Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Okay, once again, good afternoon to all. So we Good can afternoon, Miss. start. Okay, we can start. Please. Prayer. കാരുണ്യം കോലുന്ന സ്നേഹസ്വരൂപാണിൻ കാലിണക്കൈ വണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണുമാകാശവും തീയും അതിന്റെ അനുഗ്രഹങ്ങൾ. പ്രാണനും ബുദ്ധിയും ദേഹവും ശക്തിയും പ്രാണനിൽ പ്രാണനം നിന്റെയല്ലോ. എന്തിനും മീതെ വിളങ്ങട്ടെ ദൈവമേ നിൻ തിരുനാമവും കാരുണ്യവും. നല്ലതേ തോന്നാവൂ, നല്ലതേ ചൊല്ലാവൂ, നല്ലതേ ചെയ്യാവൂ നിൻ കൃപയാൽ. എന്നോ മതിയുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളേണമേ തമ്പുരാനേ. കാരുണ്യം കോരുന്ന സ്നേഹസ്വരൂപാനും കാലിണക്കൈ വണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണുമാകാശവും തീയും അതിന്റെ അനുഗ്രഹങ്ങൾ. Okay. Anything you want to share? മിസ്സേ തോട്ട് പറയട്ടെ. Yes, please. Dr. APJ Abdul Kalam's quote: "Time is slow when you wait, time is fast when you are late, time is short when you are happy, time is endless when you are in pain, time is a currency, be careful how you spend it." അതായത് നമ്മൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ സമയം വളരെ പെതുക്കെയായിരിക്കും പോകുന്നത്. നമ്മൾ താമസിച്ചാണെങ്കിൽ സമയം പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകും. പിന്നെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ സമയം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതായിരിക്കും, ചുരുങ്ങിയ നേരത്തേക്കായിരിക്കും സന്തോഷമുള്ളത്. ടൈം ഈസ് എൻലെസ് വെൻ യു ആർ ഇൻ പെയിൻ. നമുക്ക് എന്തെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കില്ലേ, അയ്യോ എന്തോ ഒരു വേദനയാ, ഇത് എന്താ ഇതിനൊരു അവസാനമില്ലേ എൻ്റെ സങ്കടങ്ങൾക്കെന്ന്. ടൈം ഈസ് എ കറൻസി, ബി കെയർഫുൾ ഹൗ യു സ്പെൻഡ് ഇറ്റ്. ടൈം എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നത് ഒരു മൂല്യമാണ്. അത് നമ്മൾ എങ്ങനെയാണോ അതിനെ ഉപയോഗിക്കുന്നത് അതനുസരിച്ചിരിക്കും. അതുകൊണ്ട് സമയം എന്ന് പറയുന്ന ചുരുങ്ങിയ ഇതിനെ നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Okay, fine. Good afternoon. സൈനിൻ ഒരു ആക്ഷൻ സോങ് ആണ്. കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇത്തവണ ക്യാമറ ഓൺ ആയാവൂ? കാണുന്നു. ആ, 2 പ്രാവശ്യം മകനൊന്നും പാളിപ്പോയി. ക്യാമറ ഓൺ ആക്കിയിട്ടും കാണാൻ പറ്റിയിരുന്നില്ല. ടീച്ചർ കുറെ നാളെ എന്തിനാ ടീച്ചറെ കാണുന്ന പോലെ. ആണോ? അന്ന് എനിക്ക് ശരിക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കുറച്ച് ഭാഗമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. Okay, let's start. Do you have nose? Yes. Yeah. Yes, I have a nose. You have a nose too. I have a nose. You have a nose. We all have noses. We can smell with our noses. We have a mouth. I have a mouth. You have a mouth. We all have
mouths. We can taste with our mouths. We have a face, we have a face, we all have faces. We have a face, we have a face, we all have faces. I have a eye, I have a eye, you have a eye, we all have eyes. We can see with our eyes. I have an ear, you have an ear, we can all have ears. We can hear with our ears. We have a face, we have a face, we can have a face. We have a face, we have a face, we all have faces. Nose, mouth, eyes, ears. We all have faces. Thank you. കുറച്ചൊരു ദിവ്യ വെപ്രാളായി പോയി. നല്ലതായിരുന്നു കേട്ടോ, വളരെ നന്നായി നല്ലതായിരുന്നു. ചെയ്തു കേട്ടോ ദിവ്യ. സൂപ്പർ ചെയ്തു ദിവ്യ. നന്നായിട്ട് ചെയ്തു. ഓൺ ക്രിയേഷൻ ആണോ? അല്ല അല്ല, ഞാൻ ഇത് കണ്ടിട്ടുള്ളതാ. ഇപ്പൊ കുറച്ച് അത് നോക്കി ഒന്ന് ജസ്റ്റ് ലിറിക്സ് നോക്കിയെടുത്തതാ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നത്. ബാക്കിൽ ആ വോള് അത് ദിവ്യ ചെയ്തതാണോ? അത് മിസ് ഞാൻ പെയിന്റ് ചെയ്തതാ. വെരി ഗുഡ്, നന്നായിരുന്നു. ഞാനും അത് ശ്രദ്ധിച്ചു, ആ പെയിന്റിങ്. ഞാനതൊക്കെ സ്പെക്സ് എടുത്തോടെ വെച്ച് നോക്കിയത്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാലോ നമ്മുടെ സിസ്റ്റത്തില്. ഇനി അങ്ങനെല്ലാം ചെയ്തതാണോ അറിയാൻ സ്പെക്സ് പറ്റി നോക്കുമായിരുന്നു. അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അത് സ്പോഞ്ച് വെച്ച് ചെയ്തതാ. ആണോ? വെരി ഗുഡ്, നൈസ്. ക്യാമറയുടെ ഇഷ്യൂസ് ഒക്കെ സോൾവ് ആയി. ശബ്ദം കേട്ടപ്പോഴേ ഞാൻ അത് ആലോചിച്ചോ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എന്തോ പ്രസന്റ് ചെയ്യാൻ വന്നിട്ട് ഒന്നും പറ്റിയില്ലല്ലോ. ഓക്കെ, ഫൈൻ. എന്തായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യുന്നത്? പ്ലീസ് എന്നോട് പറയാമോ? ഞാൻ മറന്നുപോയി. നമ്മൾ നിങ്ങളോട് ഒരു 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു. അതിന്റെ ഡേറ്റാസ് ഞാൻ വല്ലതും ഷെയർ ചെയ്തോ? ഡേറ്റാസ് ഒന്നും ഷെയർ ചെയ്തിട്ടില്ല മിസ്. അതായത് ഞാൻ ചോദിക്കുന്നത്, പാർട്ട് 2 എടുത്തപ്പോ ഈ പറയുന്ന സൈക്കോ അനാലിസ്റ്റുകളുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടോ ക്ലാസ്സിൽ ആരെങ്കിലും? ഞാൻ 4 പേരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് റെഫർ ചെയ്തിട്ട് വേണം ഇത് എഴുതാനെന്ന് പറഞ്ഞിരുന്നു. ജീൻ പിയാഗറ്റ്, എറിക് എറിക്സൺ, വിറ്റോസ്കി, ദെൻ കൃപയ്ക്ക് അറിയായിരിക്കുമല്ലോ. കൃപ ബി.എഡ് അല്ലായിരുന്നു? ബി.എഡ് കഴിഞ്ഞതാ മിസ്സേ. അതിനല്ലേ പഠിക്കാനല്ലേ ചൈൽഡ് ഡെവലപ്മെന്റ് ഡിഫറെന്റ് സ്റ്റേജസ്. ഓക്കെ, എനിവേ ഞാൻ ഷെയർ ചെയ്യാം അതിന്റെ ലിങ്ക്. ആ ലിങ്ക് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്യാം. അത് കൂടാതെ എനിക്ക് ജീൻ പിയാഗറ്റിന്റെ മാത്രം ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ലായിരുന്നു. വേറൊരു ബാച്ചിന് കൊടുത്തപ്പോ അത് എക്സ്പയർ ആയി. സേവ് ചെയ്ത് വെച്ചത് ഷെയറിങ് പറ്റുന്നില്ല. ഞാൻ പിന്നെ സൈൻ ഇൻ ഒക്കെ ചെയ്യണം. പിന്നെ അത് ഗൂഗിളിൽ അങ്ങനത്തെ പരിപാടി ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ സൈൻ ഇൻ ഒന്നും ചെയ്തില്ല. അപ്പൊ ബാക്കി 3 പേരുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റും. എനിക്ക് ഒന്ന് കൃപയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ കൃപയ്ക്ക് അതിനെ പറ്റി നല്ലൊരു ഐഡിയ ഉള്ളിലുണ്ടോ? ആരുടെയൊക്കെ നിങ്ങൾ പഠിച്ചേ? പിയാഷയുടെ ഉണ്ടായിരുന്നു, എറിക് എറിക്സന്റെ ഉണ്ടായിരുന്നു, പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ പേരുടെ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടത് ഇവരുടെ 4 പേരുടെ തന്നെയാണ്. വിറ്റോസ്കി, ജീൻ പിയാഗറ്റ്, പിന്നെ എറിക് എറിക്സൺ, സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പൊ ഞാൻ ഇതില് എനിക്ക് ജീൻ പിയാഗറ്റിന്റെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ലിങ്ക് ഷെയർ ചെയ്യാനായിട്ട് മെസ്സേജ് ഇപ്പൊ തന്നെ ഇട്ടേക്കാം. ക്ലാസ്സിൽ വെച്ച് തന്നെ ഇടാം, അല്ലെങ്കിൽ ഞാൻ പിന്നെ വിട്ടുപോകും. നിങ്ങൾക്ക് അത് ഇന്ന് തന്നെ കിട്ടും. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് പറയണോ? ഞാൻ കൃപയെ കൊണ്ട് ഒരു സെമിനാർ പോലെ എടുപ്പിക്കാന്ന് വിചാരിച്ചായിരുന്നു ക്ലാസ്സിൽ. ജസ്റ്റ് ആ സ്റ്റേജസ് പറഞ്ഞു പോകണം. മിസ്, സെമിനാർ എന്നത്തേക്ക് എടുക്കാനാ?
എപ്പോഴാന്ന് വെച്ചാൽ കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ. ഇനി അതല്ല, നമുക്ക് 4 പേരുണ്ടല്ലോ, 4 സൈക്കോ അനാലിസ്റ്റുകൾ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും 4 പേർക്ക് അത് സെപ്പറേറ്റ് എടുക്കണം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും തമ്മിൽ ഡിസൈഡ് ചെയ്തോളൂ. ഞാൻ കൃപയോട് പറഞ്ഞത് കൃപ BEd ആണെന്ന് അറിഞ്ഞത് കൊണ്ട് പറഞ്ഞത്. അവർക്ക് പഠിക്കാനുണ്ട്, സിലബസിലുണ്ട് അവർക്ക്. നമുക്ക് സിലബസിൽ ഇല്ലെങ്കിലും നമ്മളത് ഡെവലപ്മെന്റ് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് നിങ്ങളത് അറിയുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഈ അസസ്മെന്റ് ടൂൾ ഉണ്ടാക്കാനും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെന്താന്ന് വെച്ചാൽ നമ്മള് ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണല്ലോ. പ്രത്യേകിച്ച് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മൾ ആ ഫെസിലിറ്റേറ്റർ ആയി നമ്മൾ മനസ്സുകൊണ്ടായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹാർട്ട് അങ്ങ് പ്യൂരിഫൈഡ് ആവുക. നല്ല പ്യൂരിഫൈഡ് ആണ്, കുറച്ചുകൂടെ അത് പ്യൂരിഫൈഡ് ആകും. നമ്മളൊക്കെ കൂടുതൽ ഹംബിൾ ആകും. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാനോ കുറ്റം പറയാനോ പോകില്ല. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് ശരിയായി മനസ്സിലാക്കുവാണെങ്കിൽ നമ്മൾക്ക് ഒരു പ്രശ്നമായിട്ടൊരു പ്രോബ്ലം ഉള്ള ഒരു കുട്ടി മുന്നിൽ വരുമ്പോൾ നമ്മൾക്ക് തന്നെ വരും സൊല്യൂഷൻ. അതിന്റെ ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും, തീർച്ചയായിട്ടും അത് എക്സ്പീരിയൻസ് ചെയ്യും. ഞാനിത് പറയാൻ കാരണം നിങ്ങളുടെ ബാച്ചിൽ ഞാൻ ഷെയർ ചെയ്തോന്നറിയില്ല. നമ്മുടെ MT ആയിട്ടുള്ള ഒരു കുട്ടി ഓൺലൈൻ ടീച്ചിങ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഓൺലൈനായിട്ട് ട്യൂഷൻ പോലെ എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോം, അത് ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ 1 to 1 ആണ്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഈ കുട്ടി ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. ഓൺലൈൻ ആണെങ്കിലും അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പം നമ്മളെ കുട്ടികൾ ഇഷ്ടപ്പെടുമ്പോഴേക്കും നമ്മൾക്കൊരു പ്രൗഡ് ഫീൽ ഒക്കെ ആവുമല്ലോ. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് ചലഞ്ചിങ് ആയിട്ട് KG-യിലുള്ള ഒരു മോനെ കിട്ടുന്നത്. LKG UKG ആ ഒരു ഏജിൽ വരുന്നത്. പക്ഷെ എന്നോട് ഷെയർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വിഷമത്തോടു കൂടി എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് സോറി ടീച്ചറെ, ഇടയിൽ കൂടെ കയറി ചോദിക്കാൻ സോറി. എനിക്ക് ഫോൺ ഇത് പെട്ടെന്ന് നെറ്റ് പോയി. അപ്പൊ എന്തിനെ കുറിച്ചപ്പോ പറയണെന്നുള്ളതൊന്ന് പറഞ്ഞിട്ട്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് ഒരു അസസ്മെന്റ് ടൂള് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞില്ലായിരുന്നു. അതെ അതെ. ഒരു ബുക്ക് വാങ്ങിച്ച് നമ്മൾ 4 പാർട്സ് ആക്കിയിട്ട് കുട്ടികളുടെ ഏജിനനുസരിച്ച് ഓരോ പീരീഡ് ആക്കി അതിനുശേഷം ആ ഓരോ ഏജിലും കുട്ടികൾക്ക് വരുന്ന ചേഞ്ചസും ഡെവലപ്മെന്റും നമ്മൾ അതിൽ നോട്ട് ചെയ്ത് വെക്കും. നമുക്ക് മനസ്സിലാകുന്ന പോലെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾക്ക് 4 സൈക്കോ അനാലിസ്റ്റുകളുടെ ഡേറ്റാസ് ഞാനിപ്പോ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടും. അതിൽ നിന്നും 3 പേരുടെ ഉള്ളൂ, ഒരാളെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ കണ്ടുപിടിക്കണം, ജീൻ പിയാഗറ്റിന്റെ മാത്രം. അപ്പൊ കൃപ BEd കഴിയുന്നത്. അപ്പൊ BEdകാർക്ക് അത് അവരെ കുറിച്ച് അത് പഠിക്കാനുണ്ട്. അപ്പൊ അതൊന്ന് സെമിനാർ എടുക്കുമെന്ന് ഞാൻ ചോദിച്ചു ക്ലാസ്സില്. ഈ കൃപയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കൃപ അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 പേർക്ക് 4 പേരുടെ സൈക്കോ അനാലിസ്റ്റുകളുടെ ടോപ്പിക്സ് എടുത്തിട്ട് 4 പേർക്ക് വേണമെങ്കിൽ നമുക്ക് സെമിനാർ ആയിട്ട് എടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒന്ന് മനസ്സിലാകും. കാരണം ചിലപ്പോൾ ഇങ്ങനെ ലിങ്ക് ഓപ്പൺ ചെയ്ത് വായിക്കാനൊക്കെ എന്തെങ്കിലും പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലാസ്സിലൊന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഞാനിപ്പോ പറയുന്നത്, നമ്മൾ ഈ ഡെവലപ്മെന്റ് സ്റ്റേജസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജോബ് എന്നല്ല, നമ്മളുടെ ഇതൊരു സർവീസ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. കാരണം ഹാർട്ട് ഓരോ ദിവസം കഴിയുന്നതോറും പ്യൂരിഫൈഡ് ആകുക. നമ്മൾ കൂടുതൽ ഹംബിൾ ആകുന്നു. ലൈക്ക് എന്താ പറയാ, ആ ഒരു വേറൊരു ലെവലിലേക്ക് മാറും. അപ്പൊ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് വരുവാണ്, പഠനത്തിലാകാം, ബിഹേവിയറിലാകാം, അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മളുടെ മുന്നിൽ മെത്തേഡ്സ് തെളിഞ്ഞു വരും. അതാണ് ഈ ഒരു പ്രൊഫഷന്റെ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ ഒരു ഡിവിനിറ്റി എന്ന് പറയുന്നത്. അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ഞാൻ പറയാൻ കാരണം, നമ്മുടെ വേറൊരു ബാച്ചിൽ MT8-ലാണ് ഒരു കുട്ടി ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതൊരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ അങ്ങനെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നന്നായിട്ട് ആളെ ക്ലാസ്സസ് എടുക്കും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഒരു പ്രൗഡ് ഫീലും ഉണ്ട് ആൾക്ക്. അങ്ങനെ വന്നപ്പോഴാണ് ചലഞ്ചിങ് ആയിട്ട് ഒരു ചെറിയ മോൻ വരുന്നത് പുതുതായിട്ട്. ഒരു KG സെഷൻ ആ ഒരു ഏജ് ഉണ്ടാവുള്ളൂ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ കുട്ടി ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അത് നമ്മുടെ ഈ ട്രെയിനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഇതുവരെയും കുട്ടികളുടെ സ്നേഹം, അവരെ നല്ല ഇഷ്ടത്തോടെ സംസാരിക്കും, എന്തിന് റെസ്പോണ്ട് ചെയ്യും, അങ്ങനെയുള്ള കുട്ടികളെ ആയിരുന്നു ഇതുവരെ നോക്കിയത്. അപ്പൊ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഒന്നും ശ്രദ്ധിക്കേയില്ല, പറയുന്നതും കേൾക്കില്ല. മേ ബി പാരന്റ്സിന്റെ പ്രഷർ കൊണ്ട് വീഡിയോയുടെ മുമ്പിൽ വന്നിരിക്കുമോ എന്തെങ്കിലും ആയിരിക്കാം.
എന്ത് ചെയ്യും ഞാൻ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാനും പെട്ടെന്ന് ഈ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ എന്നോട് പറഞ്ഞു. വർക്കൗട്ട് ആകോ അല്ലെങ്കിൽ മേ ബി അത് കുറച്ച് സമയം എടുത്തായിരിക്കും വർക്കൗട്ട് ആവുന്നത്. ഓൺ ദ സ്പോട്ടിൽ സ്റ്റോറി ക്രിയേഷൻ ചെയ്യിക്കാൻ പറഞ്ഞു. അതായത് കുറച്ച് സമയം എടുക്കുമായിരിക്കും, എങ്ങനെയെങ്കിലും അവൻ കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവർക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും അവൻ അത് മനസ്സിലാക്കുക, അവന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പെറ്റ് ഏതാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട്. ഒരു ക്യാറ്റ് ആണെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്റ്റോറി അവന്റെ മുന്നിൽ ആദ്യം ട്രിഗർ ഇട്ട് കൊടുക്കുക. അവന്റെ ഏജിൽ തന്നെയുള്ള ഒരു കുട്ടി, അവനായിട്ട് പറയുന്നത് ഒരു എന്തെങ്കിലും ഒരു പേര് പറഞ്ഞ് അവന്റെ ഏജിലുള്ള ഒരു കുട്ടി സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്ന വഴിക്ക് വഴിയിലൊരു പൂച്ചക്കുഞ്ഞ് കിടന്ന് കരയുന്ന കണ്ടു. അവൻ ചെന്ന് നോക്കിയപ്പോ അതിന്റെ കാല് മുറിഞ്ഞ് ചോര വരുന്നുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ വോയിസ് മോഡുലേഷൻ ഒക്കെ മാറ്റിയിട്ട് കുട്ടിയോട് അങ്ങനെ ചോദിക്കും. അപ്പൊ അവനെ ഫില്ല് ചെയ്യാൻ തുടങ്ങും. കഥ മുഴുവൻ അവൻ പറയും. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ എനിക്ക് മെസ്സേജ് വന്നു, മിസ് അത് വർക്കൗട്ടായി, ഞാൻ ഭയങ്കര ഹാപ്പിയായി, അവൻ ഭയങ്കര രസമായിരുന്നു, ഭയങ്കരമായിട്ട് ചിരിച്ചു, എന്നോട് കുറെ സംസാരിച്ചു, ആ കഥ മുഴുവൻ അവൻ കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അങ്ങനെ നമ്മുടെ മുന്നിൽ ചലഞ്ചിങ് ആയിട്ടൊരു കുട്ടി വരുവാണെങ്കിൽ അത് നമ്മളുടെ പ്രൊഫഷനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരിക്കലും ചിന്തിക്കരുത്. എനിക്ക് അവന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഇന്റർവെൻഷൻ നടത്താൻ. അല്ലാതെ അയ്യോ എനിക്ക് നാണക്കേടാവൂ, ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ടല്ലേ ഹഫീസ, ഓക്കെ 3 പേരുടെ ലിങ്ക് ആണ്. അതിൽ ജീൻ പിയാഗറ്റ് മാത്രം നിങ്ങളൊന്ന് സെർച്ച് ചെയ്യണം. കാരണം എന്റെ എക്സ്പയർ ആയി പോയതുകൊണ്ട് എനിക്ക് അയക്കാൻ പറ്റുന്നില്ല. ഞാൻ നോക്കിയതിൽ വെച്ച് വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയതാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി വേറെയൊക്കെ നോക്കുമ്പോൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തമ്മിലൊന്ന് ഷെയർ ചെയ്യൂ. എന്നിട്ടൊന്ന് ആലോചിക്കൂ, ഈ 4 ആളുകളുടെ കാര്യം പറയാം, ഞങ്ങൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. നമുക്കൊരു ക്ലാസ് അങ്ങനെ വെക്കാം. കാരണം ഒരു പക്ഷേ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവര് അല്ലെങ്കിൽ ഇതുപോലെ ലിങ്ക് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാകാൻ എന്തെങ്കിലും പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മൾ അങ്ങനത്തെ സെഷൻ വെക്കുവാണെങ്കിൽ. എന്താ പറയണേ? ഓക്കെ അല്ലേ? നിങ്ങൾ തമ്മിൽ ഡിസൈഡ് ചെയ്ത് തീരുമാനിച്ചോളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർക്കുക. വരുന്നുണ്ട് നമുക്ക് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്നുള്ള 7th യൂണിറ്റ് പാർട്ട് 3 വരുമ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു മോണ്ടിസോറി ടീച്ചർ ഇങ്ങനെയായിരിക്കണം അങ്ങനെയായിരിക്കണം എന്നുള്ള യാതൊരു കമാൻഡിങ്ങോ അങ്ങനത്തെ റൂൾസോ ഒന്നുമല്ല. നമ്മൾക്ക് സ്വയം തോന്നി നമ്മൾ എങ്ങനെ ക്വാളിറ്റി ഉള്ളവരാകണം എന്ന് നമുക്കുള്ള മനസ്സിലാകുന്ന കാര്യങ്ങൾ. നമ്മുടെ ലെസൺ എവിടെ വരെയായി? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിൽ തന്നെ നിൽക്കുവാണോ? എനിക്ക് ഓർമ്മയില്ലാത്തോണ്ടാ ചോദിക്കുന്നത്. അതിന്റെ ലാസ്റ്റ് മാം എടുത്തത്, അപ്പോഴാണ് ഇതിനെ പറ്റി സംസാരിച്ചത്. യെസ്, അസസ്മെന്റ് റൂൾ അല്ലേ? ഓക്കെ. നിങ്ങളുടെ പാർട്ട് 3 ബാക്കി ടീച്ചേഴ്സിന്റെ പോർഷൻ കഴിഞ്ഞു. ഞാനാണോ ലാസ്റ്റ് നിൽക്കുന്നത്? പാർട്ട് 2 കഴിഞ്ഞു, പാർട്ട് 4 കംപ്ലീറ്റ് ആയി മിസ്സേ. 4ഉം ഇനി 2-3 പോർഷൻ കൂടെ ഉള്ളൂ. പാർട്ട് 3 ഞാൻ എടുക്കേണ്ട പോർഷൻ ഞാൻ പറയാം. 3rd 4 യൂണിറ്റ് 7 10 ബാക്കി കംപ്ലീറ്റ് ആയിരുന്നു. ബാക്കി അപർണ മിസ്സിന്റെ ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാരണം നമുക്ക് മോണ്ടിസോറി മെത്തേഡിന്റെ കോർ ടോപ്പിക്സ് പെട്ടെന്നൊന്നും തീർക്കാൻ പറ്റില്ല. അതായത് ഈ 3rd യൂണിറ്റ് 4th യൂണിറ്റ് 7th 10th നമുക്ക് അതിന് ടൈം എടുക്കും. കാരണം നമ്മൾ അതിലൂടെ ഇങ്ങനെ പോകണം. ചുമ്മാ ഇങ്ങനെ കേട്ട് മാത്രമല്ല, അത് നമ്മളുടെ ഉള്ളിലേക്ക് എടുത്ത് നമ്മൾ പ്യൂരിഫൈഡ് ആകുക എന്ന് പറയില്ലേ, ആ ഒരു പ്രോസസ്സ് നടക്കണം. അത് ഉള്ളിലേക്ക് എടുത്തെടുത്തെടുത്ത് ഞാൻ എവിടെയൊക്കെയാണ് ഞാൻ ചേഞ്ച് ആവേണ്ടത് എന്നുള്ളത് നമ്മളൊരു സെൽഫ് ജഡ്ജ്മെന്റൽ ആകുന്ന ഒരു ടോപ്പിക്കാണിത്. നമ്മൾ സെൽഫ് അനാലിസിസ് നടത്തും. നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എനിക്ക് അത് എങ്ങനെ മാറ്റാനായിട്ട് പറ്റും? അത് പബ്ലിക്കായിട്ട് പറയാനല്ല ഞാൻ പറയുന്നത്. നമ്മളോട് തന്നെ സംസാരിച്ച് ക്രിട്ടിസൈസ് ചെയ്ത് അനലൈസ് ചെയ്ത്
നമ്മൾ അതിനെ തെളിച്ച് കൊണ്ടുവരണം എന്ന് പറയില്ലേ, അതിനെ ഒന്ന് വെളിച്ചമുള്ളതാക്കി മാറ്റണം. അപ്പോഴാണ് നമ്മൾ ആ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്നുള്ളതിന്റെ ഹാഫ് ജേർണി കംപ്ലീറ്റ് ആകുള്ളൂ. പിന്നെ നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴോ നമുക്ക് ജോബ് കിട്ടി പോകുമ്പോഴോ ആകുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അത് ഫുള്ളി പ്യൂരിഫൈഡ് ഹേർട്ട് ഉള്ള ഒരാളായിട്ട് മാറുകയാണ്. അത് ആ ഒരു എൻവയോൺമെന്റിൽ മാത്രമല്ല കേട്ടോ, നമ്മളുടെ ത്രൂ ഔട്ട് ദ ലൈഫിൽ അത് വരണം. ത്രൂ ഔട്ട് ദ ലൈഫ് ആ ഒരു കാര്യം വരണം. അതായത് മെയിൻ ആയിട്ട് മോണ്ടിസോറി മെത്തേഡിന്റെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ്, ആ മെത്തേഡിന്റെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ അതിന്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി എന്നാണ്. വളരെ സിമ്പിൾ ആയിരിക്കണം. മേക്ക് ഇറ്റ് സിമ്പിൾ നമ്മൾ പറയില്ലേ, വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫ് ആയിട്ട് ചെറിയ വാക്കുകളിൽ കാര്യം പറയുക. കുട്ടികളുടെ അടുത്ത് കുറേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അവരോട് ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് വളരെ ബ്രീഫ് ചെയ്ത് പറയുക. പിന്നെ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനെ ഫോക്കസ് ചെയ്യുക. മോണ്ടിസോറി മെത്തേഡ് അറിയാവുന്ന ഒരാളാണ് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ അയാളുടെ മനസ്സിൽ മുഴുവനും ഈ 3 കാര്യമായിരിക്കും: സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. അവരൊരു കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത്, ദാറ്റ് ഇസ് ഒബ്ജക്ടിവിറ്റി, അതിനെ മാത്രം വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ബ്രീഫ് ചെയ്യും. കുറെ കഥകളൊന്നും കേൾക്കാൻ അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതാണ് ആ ഇന്റർവ്യൂല് വരുന്നത്. ഇതറിയാവുന്ന ഒരാളാണെങ്കിൽ അവര് ഈ ഒരു കാര്യം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മളോട് കാര്യങ്ങൾ ചോദിക്കണേ. അപ്പൊ നമ്മളുടെ പ്രസന്റേഷൻ അങ്ങനെയാണോ, സിമ്പിൾ ആയിട്ടാണോ, ബ്രീഫ് ചെയ്യുവാണ്? അവരെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിൽ കോൺഫ്ലിക്ട്സ് ആയിട്ട് കാര്യങ്ങൾ പറയാതെ വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫ് ചെയ്തിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയാന്നുള്ളത്. ഓക്കെ, അതൊക്കെ ഇനി വരുന്ന ലെസൺസിലാണ്. പക്ഷെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു, ഒന്ന് പറഞ്ഞു എഴുതും. ഇതെവിടെയാ? ഇത് കഴിഞ്ഞിട്ടായിരുന്നു ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഒക്കെ കഴിഞ്ഞോ? കുറെ പുറകിലായ പോലെ കഴിഞ്ഞല്ലേ? ഞാൻ നോട്ട്സ് നിർത്തുക. സ്റ്റേജസ് പറഞ്ഞപ്പോഴാണ് നമ്മൾ അസസ്മെന്റ് ടൂൾ പ്ലാൻ ചെയ്തത്. ഓക്കെ, മറിയ മോണ്ടിസോറി നമ്മളൊക്കെ അറിയാം, കുട്ടികളുടെ ഇന്റർവെൻഷനിൽ അവർ വളരെ കേപ്പബിൾ ആയിരുന്നു. ബട്ട് 6 years വരെയുമുള്ള അവരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മളെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തും. കാരണം അവരൊരു ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങൾ ചെയ്ത പോലെ നമുക്ക് തോന്നും. ഇനിയുള്ള തലമുറകൾ വന്നാലും ഇതില് ചെറിയ മോഡിഫിക്കേഷൻ വന്നാലും ബേസിക് പ്രിൻസിപ്പിൾ എല്ലാം ഇപ്പോഴും ഫോളോ ചെയ്യും. കൃപയുടെയാണോ? ഇതിന് മുമ്പ് 2 ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ എവിടെ എടുക്കണമെന്ന് പറയോ? അത് തന്നെയായിരുന്നു ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എവിടെയാണ് എടുക്കുന്നത് എന്നുള്ളത്. നമ്മളുടെ യൂണിറ്റ് 3 ഇല്ലേ, പാർട്ട് 3 പാർട്ട് 3 മറിയ മോണ്ടിസോറി കുട്ടികളുടെ ഗ്രോത്ത് ഡെവലപ്മെന്റിനെ 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഞാൻ അപ്പുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അതിനെ 4 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമ്മളെല്ലാം മറിയ മോണ്ടിസോറി അതിനെ 4 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്കൊരു അസസ്മെന്റ് ടൂളിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നോട്ട്ബുക്ക് എടുത്ത് 4 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതുണ്ടായില്ല സഫിയ? ക്ലാസ്സിലായിരുന്നോ? ഞാൻ ഇടയ്ക്കിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. ശരി, നോ പ്രോബ്ലം. നമ്മളൊന്നുമില്ല, നമ്മള് മോണ്ടിസോറിയുടെ ആ ഒരു ടോപ്പിക് എടുക്കാൻ വന്നപ്പോ നമുക്ക് തോന്നി നമ്മൾക്കൊന്ന് ഡെവലപ്പ് ആവാനും കുട്ടികൾക്കും എന്താ പറയാ, നമ്മളുടെ മുന്നിൽ വരുന്ന കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്കൊരു അസസ്മെന്റ് ടൂള് ഉണ്ടാക്കാം നമ്മൾ പറഞ്ഞിരുന്നു. ഈ അസസ്മെന്റ് ടൂൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ വലിയ കുട്ടികളിലല്ല, ചെറിയ കുട്ടികളിൽ വേണമല്ലോ ഇന്റർവെൻഷൻസ് നടത്താൻ. അവർക്ക് എന്തെങ്കിലും നമ്മളിപ്പോ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതും അവരുടെ ക്യാരക്ടർ ഫോർമേഷനും അവരുടെ ബിഹേവിയർ പാറ്റേണിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ചെയ്താലാണല്ലോ റിസൾട്ട് കിട്ടുള്ളൂ. ഈ കുഞ്ഞായിരിക്കുന്ന കുട്ടികളെയല്ലേ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജിനെ നമ്മൾ 4 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യം, ഈ കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ചൈൽഡ് സൈക്കോ അനലിസ്റ്റുകളുണ്ട് 4 പേര്. അവരുടെ 3 പേരുടെ ഡീറ്റെയിൽസ് വരുന്ന ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മറ്റൊരാളുടെ നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിനാണോ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? 2 സ്റ്റേജിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ സ്റ്റേജിനും 2 പീരീഡ്.
ചൈൽഡ്ഹുഡ് എന്നുള്ള ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ബർത്ത് തുടങ്ങി 12 ഇയേഴ്സ് വരെയാണ്. അതിനെ 0 to 6 ഇയേഴ്സും 6 to 12 ഇയേഴ്സും 2 പീരീഡ് ആക്കി. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേജ് ആയ അഡൾട്ട്ഹുഡിനെ വീണ്ടും 2 പീരീഡ് ആക്കി. അതായത് 12 ഇയേഴ്സ് തുടങ്ങി 24 ഇയേഴ്സ് വരെയാണ് അഡൾട്ട്ഹുഡ്. അതിലെ 12 to 18 അത് ഒരു പീരീഡും, തേർഡ് പീരീഡ് 18 to 24 ഫോർത്ത് പീരീഡ് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിരുന്നു. ഓർമ്മയുണ്ടോ? ഇതെല്ലാം കഴിഞ്ഞില്ലേ? ഇതൊക്കെ കഴിഞ്ഞോ? ചോദിക്കാൻ പാടില്ലേ. സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഇതല്ലേ നമ്മൾക്ക് ഇനി വേണ്ടത്? അതെ അതെ മിസ്, അതെ. ഓക്കെ, അപ്പൊ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് അതായിരുന്നു പറഞ്ഞത്. അപ്പൊ മറിയാം മോണ്ടിസോറി ഡിവൈഡ് ചെയ്തത് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന കണ്ടോ? 2 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ്. ഓരോ സ്റ്റേജിനെ അഗെയിൻ 2 പീരീഡ്സ് അല്ലെങ്കിൽ 2 ഫോർമേറ്റീവ് പ്ലെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അഡൾട്ട്ഹുഡിനെ വീണ്ടും 2 ഫോർമേറ്റീവ് പ്ലെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ടോട്ടൽ പീരീഡ് ഈ 2 സ്റ്റേജിലും കൂടെ വരുന്ന ടോട്ടൽ പീരീഡ് ആണ് 4 പീരീഡ് വന്നു, അല്ലെങ്കിൽ 4 ഫോർമേറ്റീവ് പ്ലെയിൻസ്. എക്സാമിന് പലപ്പോഴും ചോദിക്കുമ്പോൾ എല്ലാരും കൺഫ്യൂസ്ഡ് ആവുന്ന എത്ര ഫോർമേറ്റീവ് പ്ലെയിൻസ് ഉണ്ടെന്നുള്ളപ്പോൾ അവര് ഫോർമേറ്റീവ് പ്ലെയിൻസും സ്റ്റേജുമായിട്ട് കണക്ട് ആക്കും. 2 ചിലപ്പോൾ ആൻസർ ചെയ്യും, ചിലർ കറക്റ്റ് ആയിട്ട് 4 ചെയ്യും. എത്ര പീരീഡ് ഉണ്ടെന്ന് ചോദിക്കും, അപ്പോഴും അത് 4 ആണ്. എത്ര ഫോർമേറ്റീവ് പീരീഡ്സ് പ്ലെയിൻസ് ഉണ്ടെന്ന് ചോദിച്ചാലും 4 തന്നെയാണ്. കണ്ടോ, ആ പീരീഡിനെ ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്ന് വിളിച്ചു. മറിയാം മോണ്ടിസോറി ഈ 4 പീരീഡ്സിനെ ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്നാണ് വിളിച്ചത്. അതായത് ഫോർമേഷൻ സംഭവിക്കുന്ന പ്ലെയിൻസ്. പിന്നെ 2 സ്റ്റേജ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. 4 പീരീഡ്, 4 ഫോർമേറ്റ് അല്ലെങ്കിൽ 4 ഫോർമേറ്റീവ് പ്ലെയിൻസ്. ഓക്കെ, ഇത് ഈ ഒരു കാലഘട്ടത്തിൽ ജനിക്കുമ്പോൾ തുടങ്ങി കുട്ടികളുടെ കൂടെ ഉണ്ടാവുന്ന അവരുടെ കെയർ ഗിവർ. എല്ലാ കുട്ടികളെയും മദർ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ജനറലി കെയർ ഗിവേഴ്സ് പറയുന്നത്. ബട്ട് ആഫ്റ്റർ 3 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ കെയർ ഗിവേഴ്സ് മാത്രമല്ല, ടീച്ചേഴ്സും കൂടെ വരും. അപ്പൊ ഇവരുടെ 2 പേരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, നമ്മൾ മദറാണ്, അതുപോലെ തന്നെ നമ്മൾ ഒരു ടീച്ചർ ആവുന്ന ആളുമാണ് ആ ഒരു ഏജിലുള്ള കുട്ടികളുടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ വലുതായി അഡൽട്ടായി എന്നായി അവരുടെ സ്വന്തം കാലിലായെങ്കിൽ പോലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി വീണ്ടും ഉണ്ട്. കാരണം നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങൾ ഈ ചെറിയ പ്രായത്തിലുള്ളവരാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ റോളിനെ പറ്റി നല്ലപോലെ നമ്മൾ അവെയർ ആയിരിക്കുക. എന്റെ കുട്ടികളൊക്കെ വളർന്ന് അവരവരുടെ കാര്യങ്ങളൊക്കെ സെറ്റിലായി എന്നതല്ല, നമ്മളുടെ റോള് വേറെ എവിടെയുണ്ട്. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണ്. സോ കുറേ കുഞ്ഞുങ്ങൾ അതുപോലെ നമ്മുടെ കൈകളിലൂടെ നമ്മുടെ കെയറിൽ ഡെവലപ്പ് ചെയ്ത് പോകേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ മറിയാം മോണ്ടിസോറി കാര്യം ഇങ്ങനെ കുറേ കോൺട്രിബ്യൂഷൻസ് ഒക്കെ തന്നു. മോണ്ടിസോറി ഇതിനെ ഹെൽപ്പ് ചെയ്തത് ഞാൻ ഈ തന്ന 4 പേരുടെ ഒബ്സർവേഷൻസ് മോണ്ടിസോറിയെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർ ഡയറക്ട്ലി മോണ്ടിസോറിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്ത് വന്നത്. ഓക്കെ, പക്ഷേ വലിയ പ്രായത്തിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ അവർ ഇൻകേപ്പബിൾ ആയിരുന്നു. അവരിൽ പല ഒബ്സർവേഷൻസും അവർക്കത് കറക്റ്റ് ആയിട്ട് 0 to 6 ഇയേഴ്സ് വരെ അവർ വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർക്ക് വേണ്ടുന്ന ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്തു. അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ എന്തൊക്കെ നടക്കണം, എങ്ങനെയായിരിക്കണം അവർ വളരുന്ന എൻവയോൺമെന്റ്, അതെല്ലാം ഒരു പക്കയായിട്ട് നല്ല രീതിയിൽ ചെയ്തു. പക്ഷെ വലിയ കുട്ടികളുടെ കാര്യത്തിൽ ഇവർക്ക് കാര്യമായിട്ട് കോൺട്രിബ്യൂഷൻസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിവേ അവര് പക്ഷെ അവർക്ക് പറ്റിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒബ്സർവേഷൻസ് എല്ലാം അവര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റീഡ് ചെയ്ത് പോവാം. ഈ 2 സ്റ്റേജസും അതിന്റെ പീരീഡും ആ പീരീഡിലെ ഏജ് സ്പാനും മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇനി മോണ്ടിസോറി എക്സ്പ്ലെയിൻ ചെയ്യുവാണ് ഈ പീരീഡ് സം പെർട്ടിക്കുലർ പോയിന്റ്സ് വെച്ചിട്ട്. അപ്പൊ ഇനി നമുക്ക് ഓരോരുത്തർക്കായിട്ട് റീഡ് ചെയ്യാവുന്നവർക്ക് റീഡ് ചെയ്യാം. ഈ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഇവിടെ തുടങ്ങി കെയർ ഗിവേഴ്സ് തുടങ്ങിയിട്ട് ഇവിടം വരെ ആരാവുന്ന റീഡ് ചെയ്യാം? ഞാൻ വായിക്കാം സേ. നോട്ടൊക്കെ കണ്ടുപിടിക്കട്ടെ കേട്ടോ. ആ വായിച്ചു. Caregivers and teachers need to understand the periods of development in order to aid the child or the young adult and to allow each child or young adult to maximize his own potential. Montessori explained these periods with some particular points. There is a particular goal in development.
For example, in the first period, the particular goal of the child is to follow his inner urges and create himself, that is his personality. There is a readily identified direction being followed to reach that goal. There is a specific awareness given to humans in each period. The child has special artistry to help him development himself. They help with child development. She identifies them as the sensitive periods and the absorbent mind. Each of these four planes of development builds upon the last, and as such, the faculty development in any one plane affects the successful completion of all the others. ഇപ്പൊ നമുക്ക് മനസ്സിലായി ബർത്ത് ടു 3 years വരെയും കെയർ ഗിവർ, അത് കഴിയുമ്പോൾ കെയർ ഗിവർ പ്ലസ് ടീച്ചർ അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റേറ്റർ ഓവറിറ്റീസ് അവരുടെ സപ്പോർട്ട് വേണം. അവരപ്പോ ഈ പീരിയഡ്സ് എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കണം. നമ്മളുടെ അസസ്മെന്റ് ടൂളിന്റെ ഉദ്ദേശം മനസ്സിലായോ? നമുക്ക് മനസ്സിലാക്കണം ഈ ഒരു ഓരോ ഏജിലും കുട്ടിക്ക് വരുന്ന ചേഞ്ചസ്. ഈ ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവർക്ക് കൊടുക്കാവുന്ന ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമുക്കായിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും പല ആക്ടിവിറ്റീസും. ഓക്കെ, ക്രിയേറ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഒരു കുട്ടി 4 വയസ്സായ ഒരു കുട്ടി നമ്മുടെ മുന്നിൽ വരുന്നു. പക്ഷെ നമുക്കൊരു ഐഡിയ ഉണ്ട് 4 വയസ്സിൽ കുട്ടികൾക്ക് ജനറലി അല്ലെങ്കിൽ നോർമലി അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പൊ 4 വയസ്സുകാരൻ അതായ കാര്യങ്ങളൊന്നുമല്ല ഈ കുട്ടി ചെയ്യുന്നത്. കുട്ടി 2 വയസ്സിൽ എന്താണോ ചെയ്യേണ്ടത് അതാണ് 4 വയസ്സിൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവിടെ ഒരു 2 yearsന്റെ ഒരു ഗ്യാപ്പ് വന്നു അല്ലെ. അപ്പൊ ഇവന്റെ ക്രോണോളജിക്കൽ ഏജ് 4 വയസ്സാണ്, പക്ഷെ മെന്റൽ ഏജ് 2 yearsകാരൻ്റെയാണ്. അപ്പൊ അവന് മെന്റൽ ഫിസിക്കലി ഒക്കെ കാണുമ്പോൾ 4 വയസ്സുകാരൻ, പക്ഷെ അവന്റെ മെന്റൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ടില്ല. എന്തോ ഒരു ബ്ലോക്കിംഗ് എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ നമുക്കത് പ്രശ്നം സംഭവിച്ചു എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് അതിന് വേണ്ടുന്ന റെമഡി കൊടുക്കാൻ അറിയില്ലെങ്കിൽ അപ്പൊ ആ ഒരു പ്രൊഫഷണൽ ഇത് നമുക്ക് വന്നിട്ടില്ല. സോ വി ക്യാൻ ഗൈഡ് ദം, പാരന്റ്സിനെ ഗൈഡ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് അപ്ഡേറ്റഡ് ആകാം. എനിക്ക് അങ്ങനെയുള്ള ഏരിയകളിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഏരിയയിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകൾ കിട്ടുന്ന ഇടങ്ങളുണ്ട്. അത് നമുക്ക് പതുക്കെ നമുക്കൊരു വരുമാനമായിട്ട് എന്റെ വരുമാനത്തിൽ നിന്നുള്ളത് കൊടുത്ത് എനിക്കത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാൽ മതി. പക്ഷെ നമുക്കിത് മനസ്സിലാക്കണം കുട്ടിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. ഇപ്പൊ ഇങ്ങനെ ക്ലാസ്സുകളിൽ ഓരോന്നിങ്ങനെ പറഞ്ഞപ്പോ ഈ കാര്യമല്ല പറഞ്ഞത്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ, അങ്ങനെ പേഴ്സണൽ ഹൈജീൻ പുതിയ ബാച്ചുകൾക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് അവരൊരു കാര്യം ഷെയർ ചെയ്തായിരുന്നു കേട്ടോ. അതായത് കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു ശീലമാണല്ലോ ബെഡ് വെറ്റിംഗ്, രാത്രിയില് യൂറിൻ അറിയാതെ പോകുന്നത്. അത് നമുക്കൊരു ഏജ് ആകുമ്പോൾ അവർക്ക് ആ ഒരു ബോഡി കോർഡിനേഷനും കൺട്രോളും കിട്ടും അല്ലെ. അത് ഒരു മോനൊക്കെ ആണെങ്കിൽ അവൻ ശരിക്കും 6 months ആയപ്പോഴേക്കും അവൻ ആ ഒരു കൺട്രോൾ വന്നു. മോൾക്ക് പക്ഷെ 2 years 2 വയസ്സായി ആ ഒരു കൺട്രോൾ വരാനായിട്ട്. മേ ബി നമ്മളുടെ ഒരു ഇടപെടലും കൊണ്ടും കൂടി ആയിക്കോട്ടോ. ഫസ്റ്റ് കുട്ടി കഴിയുമ്പോഴേക്കും സെക്കൻഡ് വണ്ണിനെ മാനേജ് ചെയ്യാൻ നമ്മൾ കുറച്ചുകൂടി നമ്മളൊന്ന് എക്സ്പീരിയൻസ്ഡ് ആയി എന്ന് പറഞ്ഞു. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നമ്മുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ആ കുട്ടികൾ ഷെയർ ചെയ്തൊരു കാര്യമായിരുന്നു, 7 years ഉള്ള അല്ലെങ്കിൽ 12 years ഉള്ള ഒരു മോളോ, ആ 12 years ഉള്ള മോള് സ്റ്റിൽ ഷീസ് വെറ്റ് ഇൻ ബെഡ്, ഇപ്പോഴും അറിയാതെ സംഭവിക്കുന്നു. അവിടെ കുട്ടിയുടെ പാരന്റ്, എസ്പെഷ്യലി അമ്മ, ആ കുട്ടിയെ ഷൗട്ട് ചെയ്യുന്നു, വഴക്ക് പറയുന്നു, തല്ലുന്നു. മേ ബി മസിൽസിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാം, അല്ലെങ്കിൽ വെയിൻസിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാം, ബ്ലാഡർ കപ്പാസിറ്റിയുടെ പ്രശ്നം ഉണ്ടാകാം. അത് ഫിസിക്കലി എന്തെങ്കിലും ഒരു കുഴപ്പമായിരിക്കും. അത് ഡോക്ടറെ കാണിക്കുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടത്. അവരത് ചെയ്തില്ല എന്നാണ് നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഷെയർ ചെയ്തത്. അവരുടെ ഒരു ഡിസ്റ്റന്റ് റിലേഷനിലുള്ള കാര്യമാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോ 12 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ അവൾക്ക് ആ ഒരു ഗിൽട്ടി ഫീൽ ഉണ്ടാവും. കുട്ടി അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ലല്ലോ ആ ഒരു പ്രായത്തില്. ഗിൽട്ടി ഫീല്, അവൾക്ക് ഡിപ്രഷനിലേക്കൊക്കെ പോകാൻ അത് തന്നെ ധാരാളം. അത് കോൺഫിഡൻസ് ലെവൽ കുറയും, സെൽഫ് എസ്റ്റീം കുറയും, പഠനത്തിൽ ശ്രദ്ധ കുറയും, അങ്ങനെ പല പ്രശ്നങ്ങൾ കുട്ടിക്ക് ഉണ്ടാവും. കുട്ടിക്ക് പല സൈക്കോട്ടിക് ഡിസോർഡറിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്.
ഞാൻ പറഞ്ഞു നമുക്ക് ഇടപെടാൻ പറ്റുന്നതാണെങ്കിൽ നേരിട്ട് ഇടപെടുക, അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് പറയിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുക, ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ട്. ചിലപ്പോൾ ചെറിയൊരു പ്രൊസീജിയർ, ആ മസിൽസിന്റെ എന്തെങ്കിലും എക്സ്പാൻഷൻ കോൺട്രാക്ഷന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ വെയിനിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലാഡറിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ചെറിയൊരു പ്രൊസീജിയർ കൊണ്ട് ചിലപ്പോൾ ശരിയാകുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് വേറൊരു കുട്ടി ഷെയർ ചെയ്തത്. അവരുടെ കോളേജിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സീനിയർ ഉണ്ടായിരുന്നു, ലേഡി. സ്പോർട്സിലൊക്കെ ഭയങ്കര മിടുക്കി, എല്ലാത്തിലും ഭയങ്കര അച്ചീവ്മെന്റ് ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ എല്ലാവരുമായിട്ടും ഭയങ്കര കൂട്ടുമാണെന്ന്. കക്ഷിയുടെ കല്യാണത്തിന് എല്ലാരെയും ഇൻവൈറ്റ് ചെയ്തു, എല്ലാരും പോവുകയൊക്കെ ചെയ്തു. പക്ഷെ കല്യാണം കഴിഞ്ഞ് 1 month കഴിഞ്ഞപ്പോഴേക്കും ഡിവോഴ്സ് ആയി. കാരണം ബെഡ് വെറ്റിംഗ്. ആ കുട്ടിക്ക് ബെഡ് വെറ്റിംഗ് ഉണ്ടായിരുന്നു. അത്രയും പ്രായത്തിൽ ബെഡ് വെറ്റിംഗ് ഹസ്ബൻഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ? ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അത്രയും വൈഡ് മൈൻഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം ട്രീറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ വീട്ടുകാരും ആ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ചിന്തിച്ചില്ല. അപ്പൊ അതിന്റെ ലൈഫ് 32 സംതിങ് എന്തോ ആയി ഏജ്. ലൈഫ് ഒരു എന്താ പറയാ, ഇല്ലാത്തൊരവസ്ഥയിലായി പോയില്ലേ. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഇടപെടുന്ന, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ കുട്ടികളാണെങ്കിൽ. അപ്പൊ ഇത് ഓരോ പീരീഡിലെയും ഡെവലപ്മെന്റ് സ്റ്റേജ്, അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അവരുടെ മനസ്സിലുണ്ടാകുന്ന ചേഞ്ചസ്, അവരുടെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അവരുടെ ഇന്റലക്ച്വൽ ലെവൽ, അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അവരുടെ ലാംഗ്വേജിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സംതിങ് നമ്മുടെ കോഴ്സ് ഒക്കെ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടി, ഞാൻ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. യെസ്, ഡെഫിനറ്റ്ലി യു ആർ മോണ്ടിസോറി ഫെസിലിറ്റേറ്റഡ്. ബട്ട് നമ്മൾ നല്ല പോലെ തറോ ആയിരിക്കേണ്ട ചില ഏരിയകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സെൽഫായിട്ട് നമ്മൾ കുറെ തെളിയാനുള്ളത് കൊണ്ട് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ ഉണ്ടാകണം. സ്റ്റഫ് ഉണ്ടാകണം എന്ന് പറയുന്നത് അങ്ങനെ അത് വരണം. അപ്പൊ അത് ആ ഒരു എല്ലാത്തിനും മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വെറുതെ അല്ല ഓരോ അസൈൻമെന്റും തരുന്നത്. ദർ ഈസ് സംതിങ് ഇമ്പോർട്ടന്റ് ഇൻ ദാറ്റ്. ആ ഒരു രീതി തന്നെയാണ്. കാരണം നമ്മുടെ ഒരു MT3 ഒരു കുട്ടി ഇന്റർവ്യൂവിന് ഫേമസ് മോണ്ടിസോറി സ്കൂളിലാട്ടോ പോയത്. അപ്പൊ അവിടെ ചെന്നപ്പോ പല ലെവൽ അവർക്ക് ഇന്റർവ്യൂ. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ചോദിക്കും, പിന്നെ അവരുടെ റീജിയൻ ഹെഡിന്റെ ഇന്റർവ്യൂ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ ഓരോ റെക്കോർഡും സർവേ റിപ്പോർട്ടും അസൈൻമെന്റും കൊണ്ടുപോയി അവരതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയെന്ന് പറയണേ. ചിലരൊന്നും നോക്കില്ല, നമ്മുടെ ഡെമോ ക്ലാസ് അവർക്ക് കണ്ടാൽ മതി. അതെല്ലാം ഡീറ്റെയിൽ ആയി നോക്കി. അപ്പൊ ഓരോന്നും റെലവെന്റ് ആണ്. ആവശ്യമില്ലാതെ നമ്മൾ അസൈൻമെന്റ് ഒന്നും തരില്ല. അപ്പൊ നമ്മൾക്ക് ഈ ഒരു ഫീൽഡിൽ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യിക്കണം കേട്ടോ. അതൊന്ന് ഓർക്കുക. ഒന്നും പെയിന്റിങ് അധികമാകാതെ കുറേശ്ശെ ആയിട്ട് 30 minutes ഡെയിലി സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് വെക്കാം. ഇറ്റ്സ് ഫോർ അവർ ഗ്രോത്ത്. ഓക്കെ, ഗ്രോത്ത് ഡെവലപ്മെന്റ്. ഇത് ഇപ്പൊ മോണ്ടിസോറി ഈ ഒരു പീരീഡിനെ പല രീതിയിലും പല പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ ഡെവലപ്മെന്റിലും ഓരോ ഗോളാണ് അല്ലെ. കുഞ്ഞ് ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തല ഉറയ്ക്കും. അതുവരെ നമ്മുടെ ഒരു സപ്പോർട്ട് ഉണ്ട്. പിന്നെ തല ഉറച്ചു. സോ ദാറ്റ് മീൻസ് ആ ഒരു ടൈം ആകുമ്പോൾ ഗോള് സെറ്റ് ചെയ്തേക്കുക. ഈ ഒരു ടൈം ആകുമ്പോൾ കുട്ടിയുടെ തല ഉറയ്ക്കും. ഈ ഒരു ഇതാകുമ്പോൾ കുട്ടി നമ്മളെ നോക്കും, നോട്ടം ശരിയാവും. മറ്റേത് വിഷൻ ആ പ്യൂപ്പിളൊന്നും ശരിയായ രീതിയിലുള്ള മൂവ്മെന്റ്സ് അല്ലല്ലോ. വിഷൻ ശരിയാവുന്ന നമ്മളെ നോക്കി ചിരിക്കുന്നു. ദാറ്റ് മീൻസ് സ്റ്റാർട്ടിങ് സോഷ്യലൈസിങ്. ആ ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലൈസ് ചെയ്യാനായിട്ട് ആരംഭിക്കുവാണല്ലോ. പിന്നെ കമിഴ്ന്ന് വീഴുന്നു, പിടിച്ചു നിൽക്കുന്നു, നടക്കുന്നു, സ്റ്റെപ്പ് കയറുന്നു, ഓടുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കുന്നത്, ഓരോ ഏജിലും ഭക്ഷണം. പിന്നെ ശബ്ദം ഉണ്ടാക്കുന്നത്, ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത് അതിനോട്. ചില ആളുകളെ കാണുമ്പോൾ ഹാപ്പിനെസ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ എല്ലാ കുട്ടികൾക്കും ഒരു ഇന്നർ അർജ്, നമ്മൾ ത്വരാന്ന് പറയില്ലേ, ഓരോന്ന് ചെയ്യാനുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി, ആ ഒരു ഇഷ്ടവും കൂടുതലൊക്കെ ആയിരിക്കും. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ഡെവലപ്പിംഗ് ഹിംസെൽഫ്, സെൽഫ് കൺസ്ട്രക്ഷൻ നടക്കുക, തന്നെത്താനെ ഉണ്ടായി വരുവാണ്. അപ്പൊ അങ്ങനെ നമ്മള് കുട്ടികളുടെ മൈൽ സ്റ്റോൺസ്, നാഴികക്കല്ല് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഓരോന്നും ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ, സംസാരിക്കാൻ തുടങ്ങുന്നു, അതൊരു ഗോളാണെങ്കിൽ അങ്ങോട്ടുള്ള യാത്ര നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നന്നായിരിക്കും. നടക്കണം, ആ ഒരു ഏജ് ആകുമ്പോൾ കുട്ടി നടക്കാൻ തുടങ്ങും. സോ ദാറ്റ് അതൊരു ഗോൾ, അതിലേക്ക് ഇതാക്കി വെക്കുക. കാരണം ഞാൻ ഇത് പറയാൻ കാരണം,
മോള് കമിഴ്ന്ന് വീണു. 3 months അവള് കമിഴ്ന്ന് വീഴാൻ തന്നെ കുറെ കഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. 3 months കമിഴ്ന്ന് വീണു. ബട്ട് ആ ഒരു 1-2 തവണ കമിഴ്ന്നതേ ഉള്ളൂ. പിന്നെ ആ കുട്ടി കമിഴ്ന്നില്ല. പിന്നെ ആ കുട്ടി മലർന്ന് തന്നെ കിടന്ന് കളിക്കുക. സാധാരണ കുട്ടികൾ ഇങ്ങനെ കണ്ടിന്യൂസ് കമിഴ്ന്ന് വീഴുണ്ടോ? ഇതെനിക്ക് അവളിലൊരു ഭയങ്കര ഒരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടു. അന്ന് മോണ്ടിസോറി ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ കമിഴ്ന്ന് വീണുകൾ ഇങ്ങനെ മലർന്ന് കിടന്ന് കളിക്കുക. 11 മാസം വരെ ഈ കുട്ടി മലർന്ന് കിടന്ന് കളിക്കുക. 3 months കഴിഞ്ഞപ്പോഴെങ്ങാണ്ടാണ് കമിഴ്ന്നത്. അത് 1-2 തവണ ചെയ്തിട്ട് പിന്നെ ചെയ്തിട്ടില്ല. ഞാൻ ഇതെന്താ ഇങ്ങനെയെന്ന് ഞാൻ ചിന്തിക്കാതിരുന്നില്ല. അത് കഴിഞ്ഞ് ഈ മലർന്ന് കിടന്ന് കൈകാലിട്ടടിച്ച് കളിക്കുമ്പോ തന്നെ പെട്ടെന്ന് സ്റ്റില്ലാകും. മിസ്സിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ എന്താ മാർഗം? അതാരണോ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ എന്റെ നമ്പറില്ലേ? ടീച്ചറുടെ നമ്പർ ഉണ്ടല്ലോ. മിസ്സിന്റെ നമ്പർ ഇല്ല. മിസ്സിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. തീർച്ചയായിട്ടും എന്നെ വിളിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടുക ഏത് സമയാന്നുള്ളത്. ഓക്കെ, എന്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്തേക്കൂ സഫിയ. ആരെങ്കിലും? ഫാത്തിമയ്ക്ക്. ഫാത്തിമ സൈനാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇങ്ങനെ ഈ കുട്ടി ഇങ്ങനെ സ്റ്റില്ലായിട്ടിരിക്കുക. മലർന്ന് കിടന്നാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കൈയും കാലൊക്കെ ഇട്ട് കളിക്കണ്ടേ. ഇതിങ്ങനെ പെട്ടെന്ന് അനങ്ങാണ്ടാവും. അത് ഇൻബിറ്റ്വീനാ സംഭവിക്കുന്നത്. ചിലപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്ന് അനങ്ങാതെ കുറേ നേരം 10 minutes ഒക്കെ നീണ്ടു നിൽക്കുന്നത്. അത് കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു പ്രശ്നം ഫീൽ ചെയ്തു. കാരണം കുഞ്ഞു കുട്ടികൾ 10 minute അനങ്ങാതെ ഇങ്ങനെ കിടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, ഞാനത് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ എന്നോട് ചോദിച്ചു, ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. 11 മാസമായ ആ സമയത്ത് നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടോ, നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനായിട്ടൊക്കെ ഞാൻ പറഞ്ഞുണ്ട്. അതെല്ലാം ഉണ്ട്. പിന്നെ യൂറിൻ മോഷൻ അതെല്ലാം കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, അതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു കാര്യമുണ്ട്. അപ്പൊ ഡോക്ടറിനോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് നോക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അത് എന്താണ് അങ്ങനെ ആവുന്നുള്ളത് നോക്കാം. മെഡിസിൻസ് ഒന്നും ചെയ്തൊന്നുമില്ല. ഇത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വരുവാണോ? കാരണം ഇത് മെന്റൽ ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തോ കാര്യമാണ് ഡോക്ടർ എന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അവളുടെ അത് ശരിയായിട്ടോ. ഇപ്പോഴും ഹസ്ബൻഡ് പറയും, അവൾക്ക് ഇപ്പൊ 18 വയസ്സായി. ഇപ്പോഴും ഹസ്ബൻഡ് പറയും, നീ അവളോട് ചോദിക്കും, അറിയില്ലല്ലോ 11 മാസല്ലേ, നീ ഇടയ്ക്കിടയ്ക്ക് ധ്യാനത്തിന് പോവായിരുന്നു എന്ന് ചോദിക്കും. പിന്നെ മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഒരു അനക്കവും ഇല്ലാണ്ട് ഇങ്ങനെ, അതായത് മുകളിലേക്ക് ഇങ്ങനെ നോക്കും. ആ വിഷൻ കണ്ണ് പോലും അനങ്ങില്ല. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു പേടി തോന്നി. അത് 1-2 minute അല്ല, 10 minute ഒക്കെ കണ്ടിന്യൂസ് കുട്ടി ചെയ്തപ്പോ അതൊരു ഭയങ്കര ഡൗട്ടായിരുന്നു. എന്തുകൊണ്ടാന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷെ പിന്നെ അത് മാറി. കുറച്ച് നാളെ അത് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് മാറി. പിന്നെ ഇനി നമുക്ക് ഓരോ പീരീഡ് ആയിട്ട് നോക്കാം. ഇത് മറിയ മോണ്ടിസോറി ഇത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഫെസിലിറ്റേറ്റർ ആയിട്ടുള്ളവര് അറിയണം കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ്. അതിന് വേണ്ടിയിട്ടായിരുന്നു. എന്നാലേ നമ്മൾക്കും മനസ്സിലാവുള്ളൂ പല കാര്യങ്ങളും. ഇനി ഈ ഓരോ 4 പ്ലെയിൻസും ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസ് ആണ്. ഓരോ പീരീഡിലും എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പൊ ഫസ്റ്റ് പീരീഡ് ആയ 0 to 6 years അത് മുഴുവനും ആരാ ഒന്ന് റീഡ് ചെയ്യാം? ഞാൻ റെഡി ചെയ്യാം. റെഡി ആയിട്ടേ? Yes, please. Okay. The first period, 0 to 6 years, is marked by fast and intense changes in the overall development of the child, physically, cognitively, socially, and emotionally. During this period, the child's main purpose is to create himself. During this period, children make use of special sensitive to help themselves in their development of personality. Their development takes place as the predetermined cyclic pattern unfold with the help of an absorbent mind and sensitive period of the free interaction with their ambience. Using this period of development, Montessori was able to examine the natural laws, cyclic pattern at work in children. She watched the law of work, law of independence, power of attention, development of will, development of intelligence, development of imagination and creativity, development of emotion and spiritual life, and stages of growth. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 0 to 6 years നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് തുടങ്ങിയ സമയത്ത് അബ്സോർബൻ മൈൻഡ് ആൻഡ് സെൻസിറ്റീവ് പീരീഡ്.
കുട്ടികൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും അവരുടെ സറൗണ്ടിങ്സുമായിട്ട്, എൻവയോൺമെന്റുമായിട്ട്. അപ്പൊ ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ, ആളുകളുടെ ഭയങ്കരമായ ഒച്ച, ഷൗട്ടിങ്, അതൊക്കെ കുട്ടിയെ വല്ലാതെ ബാധിക്കും. സോ അത് നല്ലൊരു ആംബിയൻസ് ആയിട്ട് മാറും. നമുക്ക് എൻവയോൺമെന്റ് എങ്ങനെയാവാം അല്ലെ, ടഫ് ആയിട്ടുള്ളത്, റഫ് ആയിട്ടുള്ളതൊക്കെ വളരെ പ്ലീസിങ്, സന്തോഷമുള്ള എൻവയോൺമെന്റിനെയാണ് നമ്മൾ ആംബിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാകുമ്പോൾ കുട്ടിക്ക് നല്ല ഫ്രീ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും കേൾക്കുന്നത്. അങ്ങനെയല്ല, കുട്ടിയുടെ സ്നേഹത്തോടെ സംസാരിക്കാനായിട്ട് കുറെ പേര് വരും. ആ ഒരു അതെന്ന് പറയുമ്പോൾ കുട്ടിയുടെ സൈക്കിക് പാറ്റേണിന്റെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. വായിച്ച പാരഗ്രാഫില് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എക്സാമിന് വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് അണ്ടർലൈൻ ചെയ്ത് വെക്കാം ടീച്ചർ. ഞാൻ എന്തായാലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും പിന്നെ കണ്ടന്റിന്റെ മെയിൻ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് മോഡ്യൂൾ 1 കഴിയുമ്പോൾ മെയിൻ എക്സാമിന് മുമ്പ് ഒരു റിവിഷൻ എല്ലാ ബാച്ചിനും ഞാൻ കൊടുക്കുന്നുണ്ട്. ഇന്നാണ് MT4-ന്, അങ്ങനെ ഓരോ ബാച്ച് ആകുമ്പോൾ അങ്ങനെ ഒരു സെഷനും കൂടി ഉണ്ടാവും കേട്ടോ. ഞാനായിരിക്കും അത് തരുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്കിവിടെ 0 to 6 years എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് ആൻഡ് ഇന്റൻസ് ചേഞ്ച്. ഈ ഓരോ പീരീഡിലും ചില സ്റ്റേജസിൽ, ചില പീരീഡിൽ ഡെവലപ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. അങ്ങനെ വരുന്ന ഒരു പീരീഡാണ് 0 to 6 years എന്നത്. നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ. കാരണം പിന്നെ അങ്ങോട്ട് 6 കഴിയുമ്പോഴേക്കും ആ ഒരു ഡെവലപ്മെന്റ്, അതിന്റെ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ റേറ്റ് ഒന്ന് സ്ലോ ആകും. അങ്ങനെ ഓരോ പീരീഡിലും ആ ഒരു വ്യത്യാസമുണ്ട് ഡെവലപ്മെന്റിന്റെ. സ്പീഡി ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ട്, സ്ലോ ആയിട്ടുള്ളതുണ്ട്. അതെല്ലാം അങ്ങനെ തന്നെ, അത് നോർമലാണ്. ഓക്കെ, അത് കുട്ടീന്റെ ഓവറോൾ ഡെവലപ്മെന്റ് വരുന്ന ഒരു ടൈം കൂടിയാണ്. ഫിസിക്കലി ചേഞ്ചസ് ഉണ്ടാകുന്നു, കോഗ്നിറ്റീവ്ലി ബുദ്ധിയിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു, കുട്ടി സോഷ്യലൈസ് ചെയ്യുന്നു, സോഷ്യൽ ഡെവലപ്മെന്റ്, ഇമോഷൻസ്, അത് ഇമോഷൻസ് മനസ്സിലാവുന്നു കുട്ടിക്ക്. അല്ലെ, കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനായിട്ട് നമ്മള് അമ്മ കരയുന്ന പോലെ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അവരും ഇങ്ങനെ വിതുമ്പി വരും. പെട്ടെന്ന് നമ്മള് മാറ്റി നമ്മൾ ചിരിക്കുമ്പോഴേക്കും അവരും സ്വിച്ച് ഇട്ട പോലെ മാറും. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? സോ അത് അവർ ഇമോഷൻസ് അവർക്ക് മനസ്സിലാവുന്നുള്ള ആ ഒരു പ്രായമാണ്, അവർക്കറിയും. പക്ഷേ ഒരു ഇപ്പം അങ്ങനെയുള്ളവര് പെട്ടെന്ന് ചെറിയ ഏജിൽ മനസ്സിലാക്കുമായിരിക്കും. വീട്ടിൽ ഒരാളെ നഷ്ടപ്പെട്ടു, ഒരാൾ മരിച്ചുപോയി, 1 വയസ്സുള്ള കുട്ടിക്കോ 2 വയസ്സുള്ള കുട്ടിക്കോ അതെന്താന്ന് മനസ്സിലാവില്ല. അവർക്ക് ആ ഒരു പ്രായത്തിൽ അവർക്കത് മനസ്സിലാവില്ല. പിന്നെ ഇവിടെ ഇമോഷൻസ് മനസ്സിലാകാത്ത വേറൊരു കാറ്റഗറി എന്ന് പറയുമ്പോൾ ചില കുട്ടികൾ മെന്റലി ഡിഫോർമേഷൻ, ആ മെന്റലി ഡിസേബിൾഡ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഇമോഷൻസ്, അവരുടെ ആ ഇമോഷൻ സൈഡ്, ബ്രെയിനിലെ ഇമോഷൻ സൈഡ് എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിരിക്കും. അപ്പൊ അവർക്കും എത്ര പ്രായമായാലും, ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് 20 വയസ്സൊക്കെ ആയിട്ടുള്ള ഒരു പെൺകുട്ടി, അതിന്റെ അച്ഛൻ മരിച്ചു പോയപ്പോ, അത് അച്ഛൻ മരിച്ചത് നോർമൽ ഡെത്തും നാച്ചുറൽ ഡെത്തും ആയിരുന്നില്ല, സൂയിസൈഡ് ആയിരുന്നു. അറിയില്ല, കുട്ടിക്ക് മനസ്സിലാവണില്ല അതിന്റെ അച്ഛൻ മരിച്ചുപോയി എന്നുള്ള. ആൾക്കാർ വരുന്നു, അവൾ എല്ലാവരോടും സംസാരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് മനസ്സിലാവുന്നില്ല. 20 വയസ്സിൽ അത് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അതൊരു 6 years 7 yearsലൊക്കെ അത് മനസ്സിലാകും. അല്ലെങ്കിൽ 4 years 5 years ആണെങ്കിലും ലോസ് സംഭവിച്ചു എന്നുള്ളത് അവർക്ക് മനസ്സിലാകും. ആ ഒരു ഇമോഷൻസ് കുറച്ചുകൂടെ കഴിയും പ്രായം 20 years ആയ കുട്ടിക്ക് അറിയില്ല എന്ന്. ഞാൻ സ്പെഷ്യൽ സ്കൂളിൽ ചെന്നപ്പോ എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലിയിലെ ഒരു കുട്ടി അവിടെ ഉണ്ട്. 23 years ആണ്, ബോയ് ആണ്. ആ കുട്ടിയുടെ തല ഭയങ്കര വലിപ്പമാണ്, ബാക്കി ബോഡി ഒക്കെ സാധാരണ പോലെ. ആ ഒരു പ്രൊപ്പോർഷൻ ഇല്ല. അങ്ങനൊക്കെ നല്ല ഒരു ഭയങ്കര പ്രകാശമാണ് കേട്ടോ കുട്ടിയുടെ മുഖത്ത്. ഒന്നും തന്നെ ചെയ്യില്ല, സംസാരിക്കാനും പറ്റില്ല, തന്നെ ചെയ്യില്ല. നടക്കാനാണെങ്കിലും പിടിച്ച് നടത്തണം. പിന്നെ ഇത് ടോയ്ലറ്റിലൊക്കെ തന്നെ പോകും, പക്ഷെ വാഷ് ചെയ്യേണ്ട സമയമാകുമ്പോൾ ഇത് ഒരു ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഇൻഡിക്കേഷൻ അതാണ്. കെയർ ഗീവർക്ക് അത് മനസ്സിലായി. കെയർ ഗീവർ ചെന്ന് കൈ അവിടെ വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ വാഷ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ വേറെ ഒന്നും അറിയില്ല. ഈ കുട്ടിയെ ചെറുപ്പം മുതലേ നോക്കിയിരുന്നത് എന്റെ അമ്മയാണ്. അമ്മയാണ് കൂടുതൽ ഇതിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. പക്ഷെ ഇതിന്റെ അമ്മ നിർഭാഗ്യവശാൽ അവര് ക്യാൻസർ വന്ന് മരിക്കുക. അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചു എന്നുള്ളത് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഇമോഷൻ ലെവൽ അതിനില്ല, ആ ഇമോഷണലി ഡെവലപ്പ് ചെയ്തിട്ടില്ല. ആകെ ഇതിന്റെ ഒരു അമ്മയുമായിട്ടുള്ള ഭയങ്കര കണക്ഷൻ വരുന്ന ചില ഇൻസിഡൻസ് ഉണ്ട്. അതായത് രാത്രി എണീക്കും ഈ മോൻ, ഏത് പ്രായത്തിലും അങ്ങനെയുണ്ട്. രാത്രി പെട്ടെന്ന് എണീറ്റിട്ട്
ഈ കുട്ടി സംസാരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ഇതിന്റെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഭയങ്കര ഉറക്കെ ഷൗട്ട് ചെയ്ത് ഇങ്ങനെ അലറി വിളിച്ച് ഓരോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. അപ്പൊ അങ്ങനെ എണീറ്റ് ഇങ്ങനെ ഭയങ്കര ബഹളമായിരിക്കും. അപ്പൊ ആ സമയത്ത് ഇതിന്റെ അമ്മ ചെയ്യുന്നത് ഇതിനെ കാപ്പി ഇട്ട് കൊടുക്കും. ആ രാത്രി കാപ്പി ഇട്ട് കൊടുക്കും. അങ്ങനെ കാപ്പി കുടിച്ച് കഴിയുമ്പോൾ ആള് ഭയങ്കര ശാന്തനായിട്ട് സൈലന്റ് ആയി പിന്നെ അങ്ങ് ഉറങ്ങിക്കോളും. അങ്ങനെയാണ് പതിവ്. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ ഇതുപോലെ രാത്രി എനിക്ക് ഉച്ചയുണ്ടാക്കുമ്പോ കാപ്പി ഇട്ട് കൊടുക്കാൻ ആളില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് മുഴുവനും ഭയങ്കര ഒരുമാതിരി വയലന്റ് ആയിട്ട് ആ വീട് മുഴുവൻ ഇങ്ങനെ ഓടി നടക്കും. അപ്പോഴാണ് അമ്മയെ അന്വേഷിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിലൊന്നും അമ്മ എവിടെയാണെന്നോ അമ്മ മരിച്ചുപോയി അതൊന്നും ഇതിന് അറിയില്ല. 23 years ആയിട്ടും ആൾക്ക് മനസ്സിലാവില്ല. ആ ഒരു കാപ്പി കിട്ടാത്ത ആ ഒരു ഇൻസ്റ്റന്റ് ആ ഒരു ടൈമിലാവുമ്പോൾ ആളിങ്ങനെ വിഷുവിനെ നടക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ശരിക്കും ഭയങ്കര വിഷമകരമായ ഒരു അവസ്ഥയാണ്. ഇപ്പൊ നോക്കുന്ന ഒരു കെയർ ഗീവർ ഉണ്ട്, അച്ഛനും ഉണ്ട്, പിന്നെ ഒരു ബ്രദർ ഉണ്ട്. ബ്രദർ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന പ്രായമുള്ള ഒരു ചെറിയ ബ്രദറാണ്. പക്ഷെ ആ അമ്മയുടെ ആ ഒരു പ്ലേസ് കുറെ കൂടി ഇവരുടെ മെന്റൽ ഡിസ്ട്രോഷനും കാര്യങ്ങളും ഒക്കെ മനസ്സിലാകുന്നത് അമ്മയാണ്. ഇപ്പൊ ഒരു കെയർ ഗീവർ ഉണ്ട്. അപ്പൊ കെയർ ഗീവറോട് ഞാൻ സംസാരിച്ചപ്പോഴാണ് ഈ വിവരങ്ങൾ മുഴുവനും എന്നോട് പറഞ്ഞത്. അപ്പൊ ആ ഒരു വാക്കും അമ്മ പോയ ആ ഒരു സ്പേസ് അതവിടെ നികത്താൻ പറ്റുന്നില്ല. ഈ കുട്ടിയുടെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അമ്മയായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഇതാണ് ഈ ഒരു ഏജിൽ ഫാസ്റ്റ് ആയിട്ടാണ് ഡെവലപ്മെന്റ്. ശരിക്കും ആ കുട്ടിക്ക് സംഭവിച്ചത് ഹോസ്പിറ്റലുകാരുടെ അനാസ്ഥയാണെന്നാ പറയുന്നത്. ഡെലിവറി സമയത്ത് ഈ നോർമൽ ഡെലിവറി ആക്കാനായിട്ട് വെച്ചുകൊണ്ടിരുന്ന അങ്ങനെ എങ്ങനെ എന്തോ സംഭവിച്ചു. അത്രയും വർഷങ്ങൾക്ക് മുമ്പല്ലേ ഇപ്പോഴത്തെ പോലുള്ള മോഡേൺ എക്യുപ്മെന്റ്സോ മോഡേൺ ഡയഗ്നോസിസോ ഒന്നും അന്നില്ലല്ലോ. ഉണ്ടായിരിക്കാം അന്നങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നു. ആ മോൻ നല്ലൊരു മിടുക്കനായി വളരേണ്ട ഒരു മോനായിരുന്നു. കാണണം, നല്ല പ്രകാശ മുഖത്ത്, ഭയങ്കര ഒരു നമുക്കൊരു പോസിറ്റീവ് ഫീൽ ചെയ്യും ആ മോനെ കാണുമ്പോൾ. അങ്ങനെ എല്ലാ ഡെവലപ്മെന്റും ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രായമാണ് 0 to 6 years എന്ന് പറയുന്നത്. ഈ പീരീഡില് കുട്ടിയുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇൻഡിപെൻഡന്റ് ആകുന്നത് ഒരു 1 year ഒക്കെ ആവാനാകുമ്പോ ഇല്ല ഞാൻ ചെയ്യാം അങ്ങനത്തെ ഒരു ഡയലോഗ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അവർക്ക് അവര് സെൻസിറ്റീവ് ആയിരിക്കും. സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡുമാണ്. എന്തും കിട്ടുന്നത് അങ്ങനെ എടുക്കും. പിന്നെ ചുറ്റും കാണുന്ന അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ വരെ അവർ ഇമിറ്റേറ്റ് ചെയ്യും. അവർ ശ്രദ്ധിക്കും, പിടിച്ചെടുക്കും. അത്രയ്ക്ക് പവറാണ് ആ ഒരു സമയത്ത്. അവരുടെ എൻവിയോൺമെന്റുമായിട്ട് അവർക്ക് ഫ്രീഡം ഉണ്ടാവണം. എന്നാലാണ് ഈ സെൽഫ് കൺസ്ട്രക്ഷൻ നടക്കുള്ളൂ. ആ എൻവിയോൺമെന്റുമായിട്ട് അവർ നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ഒരു സമയത്ത് സൈക്കിക് പാറ്റേൺ എന്ന് പറഞ്ഞാൽ മെന്റൽ ഡെവലപ്മെന്റ് അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് ഒരു ആക്ടിവിറ്റി അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ അവരത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ലോ ഓഫ് വർക്കിൽ കണ്ടു, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവരുടെ ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിലാണ് ഈ ഒരു ആക്ടിവിറ്റി അവർ നല്ല രീതിയിൽ ചെയ്യുള്ളൂ. അപ്പൊ ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. പിന്നെ വളരെ ശ്രദ്ധയോടുകൂടി ചെറിയ കാര്യങ്ങളോടായിരിക്കും താല്പര്യം. മൈന്യൂട്ട് ഓബ്ജക്ട്സ് ഇവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. ഉറുമ്പുകൾ വരിയായിട്ട് പോകുന്നത്, ചെറിയ ചെറിയ തുമ്പി, ചെറിയ പൂക്കൾ, എന്ത് ചെറിയ സാധനം ഉണ്ടോ അതിങ്ങനെ പോയി അവർക്ക് കിട്ടും. വേറെ ആർക്കും കിട്ടിയില്ലെങ്കിലും താഴെയൊക്കെ പിന്നെ വീണ് കിടന്ന് പോയി അതെടുക്കും. അല്ലെ, എടുക്കുന്നത് അതിന്റെ അപകടം പിന്നെ ബാക്കി പുറകെ വരും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കണം എന്ന് പറയും. ഇപ്പൊ മൈന്യൂട്ട് കാര്യങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളോട്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ബിഗിനിങ് ഓഫ് ഓൾ തിങ്സ് ആർ ഫ്രം സ്മോൾ എന്ന് പറയുന്ന പോലെ തന്നെ കുട്ടികൾ എപ്പോഴും മൈന്യൂട്ട് ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും. അവർക്ക് അട്രാക്ഷൻ കൂടുതൽ. അവരുടെ ഒരു അവരുടെ ഒരു സ്വത്ത എന്നൊക്കെ പറയില്ലേ നമ്മള്, ആ ഒരു വിൽ പവർ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നു. അവരുടെ ഇമാജിനേഷൻ ഡെവലപ്പ്, ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഒരു ടൈമിലാണ് മോണ്ടിസോറി എൻവയോൺമെന്റിലൂടെ ഈ കുട്ടികൾ കടന്നു പോകുന്നത്. അപ്പൊ നമ്മളുടെ ഓരോ മോണ്ടിസോറി മെറ്റീരിയൽസിനും ഓരോ പർപ്പസ് ആണ്. എന്താ ഓരോന്നിനും ഓരോ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കില്ല, നമ്മളൊരു മെറ്റീരിയല് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ഡെമോ കാണിച്ചു കൊടുക്കും. നമ്മൾ കുറച്ചുകൂടി പറഞ്ഞില്ലേ, സിംപ്ലിസിറ്റി, ബ്രീവിറ്റി, ഒബ്ജക്ടിവിറ്റി. വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട് പറഞ്ഞിട്ട് അതെന്താണോ അതിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് കുട്ടിയെ ഫ്രീ ആയിട്ട് വിടും. ഈ മെറ്റീരിയൽസ് കൊടുക്കും. പിന്നെ കുട്ടി തന്നെയാണ് ആ മെറ്റീരിയൽസ് കൊണ്ട് ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പൊ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ പവർ ഓഫ് അറ്റൻഷൻ ആണ്. പിന്നെ നമ്മൾ എന്താണോ ഡെമോ ചെയ്ത് കൊടുത്ത് അവരതുപോലെ ചെയ്തിട്ട്
പിന്നെ അവരുടേതായ രീതിയിൽ ക്രിയേറ്റീവായിട്ട് അവർ അത് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മൾക്ക് മനസ്സിലാക്കുക വിശ്വസിക്കാൻ പറ്റാത്തതിനപ്പുറത്തേക്ക് അത് മാറും. മാം പ്രിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എന്തോ മാം ഇപ്പൊ സിംപ്ലിസിറ്റി, ഒബ്ജക്ടിവിറ്റി, പ്രിവിറ്റി എന്ന് പറയില്ലേ, അതെന്താണ്? അത് ശരിക്കും മോണ്ടിസോറി മെത്തേഡിലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മോണ്ടിസോറി മെറ്റീരിയൽസ് കുട്ടികൾക്ക് നമ്മൾ ഡെമോ ചെയ്ത് കാണിച്ചു കൊടുക്കും. നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് എല്ലാ ഫ്രീഡം ഉണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് എടുത്ത് എല്ലാം ചെയ്യാം. ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് എടുത്ത് ചെയ്യുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡെമോൺസ്ട്രേഷൻ. ഈ ഡെമോ ചെയ്യുമ്പോൾ ആ ഡെമോൺസ്ട്രേഷന് പറയുന്നത് ഫണ്ടമെന്റൽ ലെസൺസ് ആണ്. അവരുടെ ഫണ്ടമെന്റൽ ആയിട്ട് അവർക്ക് കൊടുക്കുന്ന ക്ലാസ് അല്ലേ. അപ്പൊ ഈ ഫണ്ടമെന്റൽ ലെസൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം പ്രസന്റ് ചെയ്ത് കൊടുക്കുവാണ് കുട്ടിയുടെ മുമ്പിൽ. പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഈ ഫണ്ടമെന്റൽ ലെസൺസിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സിമ്പിൾ ആയിട്ട് വളരെ ചുരുക്കി, അതായത് വലിയ കഥയൊക്കെ പറഞ്ഞ ലെക്ചർ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ഏജ് അല്ലല്ലോ കുട്ടികൾ, ലെക്ചർ ക്ലാസ് എടുക്കേണ്ട ഏജ് അല്ലല്ലോ. വളരെ ചുരുക്കി സിമ്പിൾ ആയിട്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത്, എന്താണോ ഒബ്ജക്റ്റീവ് അത് മാത്രം ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ പറയാന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എഴുതിയ റൈംസ് 8 to 10 ലൈൻസോ 8 to 12 ലൈൻസോ ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അതുപോലെ ചെറിയ ചെറിയ റൈംസ്, അതാണ് അവർക്ക് ഇഷ്ടം. വലിയ നീളമുള്ള റൈം കേട്ടോണ്ടിരിക്കാനൊന്നും അവർക്ക് ക്ഷമയില്ല. ആ ചെറുത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ ബ്രെയിനിലേക്ക് അത് സ്റ്റോർ ആവും. രണ്ടാമത് നമ്മൾ ആ റൈം പറയുമ്പോൾ നമ്മുടെ കൂടെ അവർ ചൊല്ലും, പിന്നെ അവരത് കാണാം, അവർക്ക് അത് കിട്ടും അല്ലെ. അതുകൊണ്ടാണ് നമ്മളെല്ലാം സിമ്പിൾ ആയിട്ട് ബ്രീഫ് ചെയ്യാൻ പറയുന്നത്. പക്ഷെ കണ്ടന്റ് ഉണ്ടായിരിക്കണം. ഇപ്പൊ 26 ലെറ്റേഴ്സ് ആൽഫബറ്റ്സ്, എനിക്കൊരു ട്രെയിനി ആദ്യമായിട്ട് അത് എഴുതിയപ്പോൾ 26 ലൈൻസ് ഉണ്ടായിരുന്നു ആൽഫബറ്റിക്കൽ സോങ്ങിന്. അതായത് ഓരോ ആൽഫബറ്റിനെ കുറിച്ചും എഴുതിയേക്കുക. ഇപ്പൊ 26 ലൈൻസ് കുട്ടിയുടെ മുമ്പിൽ നമുക്ക് അറ്റ് എ ടൈം പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും നേരം അവർ ആ അറ്റൻഷൻ സ്പാനിൽ ഇരിക്കില്ല കുട്ടികള്. അപ്പൊ അവർക്കൊരു 8 ലൈൻസ് അല്ലെങ്കിൽ 10 ലൈൻസിലെ കാര്യം മുഴുവൻ അവതരിപ്പിച്ച് കഴിയുമ്പോൾ അവരും ഹാപ്പിയാവും. അവരത് റിപ്പീറ്റ് ചെയ്ത് ചൊല്ലാൻ തുടങ്ങും. അവർക്കത് 26 ലൈൻസും അവർ ശ്രദ്ധിക്കില്ല. ഞാനിങ്ങനെ പറഞ്ഞു നന്നായിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് കുട്ടികളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഒരെണ്ണം എഴുതുന്നത് നന്നായിരിക്കും. ഇവൻ നമ്മൾ സ്റ്റോറി എഴുതുമ്പോഴും അങ്ങനെ തന്നെ കുട്ടികൾക്കൊരു മെസ്സേജ് കൊടുക്കേണ്ട ഒരു ചെറിയ സ്റ്റോറി. ഓക്കെ, അതാണ് ആ 3 ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ കൊടുക്കുന്ന ഡെമോൺസ്ട്രേഷന്റെ, അതായത് ആ ഡെമോൺസ്ട്രേഷന് നമ്മൾ ഫണ്ടമെന്റൽ ലെസൺസ് എന്നാണ് പറയുന്നത്. മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഫണ്ടമെന്റൽ ലെസൺസിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത്. അത് ത്രൂ ഔട്ട് മോണ്ടിസോറി മെത്തേഡിലും നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോഴും ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ മനസ്സിൽ വേണം. ഞാൻ പറഞ്ഞു ഇന്റർവ്യൂവിന് വരുമ്പോൾ മോണ്ടിസോറി അറിയാവുന്ന ഒരാളാണ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നത്, അയാളുടെ തലയിലും ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും. കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അയാൾക്ക് മനസ്സിലാവും ആ മോണ്ടിസോറി മെത്തേഡ് നല്ലപോലെ ഉള്ള ഒരാളാണെന്നുള്ളത്. അവിടെ ലെസ് ടോക്കാണ്, ഏറ്റവും കുറവ് സംസാരിക്കുന്നു, കൂടുതൽ കേൾക്കുന്നു, കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നു. കുട്ടികളെ നമ്മൾ കേൾക്കുന്നു, കുട്ടികളെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട് മാത്രം. അവര് പറയുന്നത് ഇങ്ങനെ നമ്മൾ കേൾക്കുന്നതിന്റെ ആ ഒരു അവർക്കാണ് അവിടെ, അവരാണ് അവിടുത്തെ ഡോമിനന്റ് പേഴ്സൺസ് കുട്ടികള്, മീൻസ് ഫെസിലിറ്റേറ്റർ. ഇതാണ് ആ ഒരു സ്റ്റേജസിൽ വരുന്നത്. അവരുടെ ഇമോഷണൽ സ്പിരിച്വൽ ലൈഫ് എല്ലാം ആ ഒരു സ്റ്റേജസിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് 0 to 6 years വരുന്നത്. നെക്സ്റ്റ് അടുത്തത് 6 to 12 years ആണ്. 6 to 12 years കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. 0 to 6 years ആ ഒരു ചെറിയ പാരഗ്രാഫിൽ കുറച്ചത് നമ്മൾ ഓൾറെഡി 0 to 6 years പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആദ്യം അബ്സോർബൻസ് 0 to 3 years വരെ അൺകോൺഷ്യസ് മൈൻഡ് ആണ്. 3 years കഴിഞ്ഞപ്പോൾ കോൺഷ്യസ് മൈൻഡ് ആയി. അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ലോ ഓഫ് വർക്ക്, ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, ആ ഒരു സമയത്ത് അവരുടെ പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, അവരുടെ ഒബീഡിയൻസ് ഉണ്ടാകുന്നു, ഡിസിപ്ലിൻ ഉണ്ടാകുന്നു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, ഇന്റലക്ച്വൽ ലെവൽ മാറുന്നു, എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് പീരീഡിൽ കുറച്ചുകൂടെ ഫിസിക്കൽ ചേഞ്ചസും മെന്റൽ ചേഞ്ചസും അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അവരുടെ ക്യൂരിയസ് മൈൻഡ്, സോഷ്യലി അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങള്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് സെക്കൻഡ് പീരീഡ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.
അപ്പോ ഓർക്കുക, നെക്സ്റ്റ് ക്ലാസ് തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഡെവലപ്മെന്റ് സ്റ്റേജസ് നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ഇനി ടീച്ചറെ നാലാളുടെ പേരൊന്ന് പറയാ. ആരുടെ? ഞാൻ ഒരു 4 വ്യക്തികളുടെ പേരെന്ന് പറഞ്ഞില്ലേ? ആ അല്ല തരാത്ത ആളുടെയാണോ? അല്ല, എല്ലാവരുടെയും ഒന്ന് പറഞ്ഞാല് പെട്ടെന്ന് നോട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് തരാത്ത ആളുടെയാണ് ഞാനിപ്പോ എഴുതുന്നത്. അല്ലേ തരാത്ത ആള്? അതെ അതെ അതെ, സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. സൈക്കോളജി പഠിക്കുന്ന ഏതൊരാളും കേൾക്കുന്ന ഒരു പേരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഫ്രോയിഡിന്റെ ഒബ്സർവേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചൈൽഡ് ഡെവലപ്മെന്റിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് പറയുന്നത്. പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മകളുണ്ട് അന്ന ഫ്രോയിഡ്. അന്ന ഫ്രോയിഡും സിഗ്മണ്ട് ഫ്രോയിഡും കൂടെ ചേർന്നിട്ടാണ് ഈ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഒബ്സർവേഷൻസ്, അവരുടെ വ്യൂ പോയിന്റിൽ അവർ ഡിഫൻസ് മെക്കാനിസത്തിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാരും മറിയ മോണ്ടിസോറിന്റെ മെത്തേഡാണ് പറയുന്നത്. ഇവരെല്ലാരും മറിയ മോണ്ടിസോറിയുടെ മെത്തേഡ് അല്ല പറയുന്നത്. ചൈൽഡ് ഡെവലപ്മെന്റ് ഓരോ ഏജിലും കുട്ടികൾ എങ്ങനെയാണെന്നുള്ള അവരുടെ ഒബ്സർവേഷൻ ആണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ബട്ട് മറിയ മോണ്ടിസോറിക്ക് ഇവരുടെ ഒബ്സർവേഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഈ മെത്തേഡ് ഡിസൈൻ ചെയ്യാൻ. മനസ്സിലായോ? നമ്മൾക്കും ഹെൽപ്പ് ആയിരിക്കും. നമ്മൾക്കും കുട്ടികളുടെ ഓരോ പ്രായത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇവരുടെ ഒബ്സർവേഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും, നമ്മൾക്ക് റിലേറ്റ് ചെയ്യാനും പറ്റും. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളും മറിയ മോണ്ടിസോറിന്റെ ഇതേപോലെ ഇല്ലേ? അതാണ് ഇപ്പൊ നമ്മൾ നോട്ട്സ് പഠിപ്പിച്ചതല്ലേ? അത് മറിയ മോണ്ടിസോറിന്റെ അല്ലേ? അതെ അതെ അതെ. അപ്പൊ മറിയ മോണ്ടിസോറിയുടെ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഇവരുടെ ഒബ്സർവേഷനും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതും കൂടെ നമ്മളുടെ ആ ഒരു എല്ലാവരും ഏകദേശം ഒരേപോലെ തന്നെയാണ്, ചെറിയ ചെറിയ ഡിഫറൻസ് അല്ലേ ഉള്ളൂ? അതായത് ഒരാള് കുട്ടിയുടെ ഇന്റലക്ച്വൽ ലെവൽ വെച്ചിട്ട് കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് പറഞ്ഞു, വേറൊരാള് കുട്ടി സോഷ്യലൈസ് ചെയ്യുമ്പോഴാണ് കുട്ടി നല്ല രീതിയിൽ ഡെവലപ്ഡ് ആകുന്നതെന്ന് പറഞ്ഞു. പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് കുട്ടിയുടെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് ആണ് പറഞ്ഞത്. കുട്ടിക്ക് ഓരോ പ്രായത്തിലും സെക്ഷൽ പ്ലഷർ കിട്ടുന്നത് വെച്ചിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഡെവലപ്മെന്റ് പറഞ്ഞത്. അതിന് ഭയങ്കര കോൺട്രഡിക്ഷൻസും ഭയങ്കരമായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡിനെ ആളുകൾ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം സിഗ്മണ്ട് ഫ്രോയിഡ് അത് സയന്റിഫിക് ആയിട്ടൊന്നുമല്ല പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 കാറ്റഗറി ആളുകളല്ല നമ്മളുടെ സൊസൈറ്റിയിലുള്ളത്, ആൺ പെൺ മാത്രമല്ല, പല ജെൻഡേഴ്സിലും ഉണ്ട്. പിന്നെ എങ്ങനെ സിഗ്മണ്ട് ഫ്രോയിഡിന് ഇങ്ങനെ പറയാൻ പറ്റും ഇങ്ങനെ സെക്ഷൽ ഡെവലപ്മെന്റ് ആണ് ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ബേസ് എന്നുള്ള രീതിയിൽ എങ്ങനെ പറയാൻ പറ്റും എന്നൊക്കെയാണ് പലരും. കുട്ടി ഫസ്റ്റ് കുഞ്ഞു പ്രായത്തിൽ സക്കിങ് മൗത്താണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് അല്ലേ. പാല് കുടിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാവും. ആ പാല് കുടിക്കുന്ന ആ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരിക്കും കുടിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ആ ടൈമിലെ കുട്ടിയുടെ ഒരു പ്ലഷർ എന്ന് പറയുന്നത് ത്രൂ മൗത്ത് ആണെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. പിന്നെ ഒരു 2 years 3 years ഒക്കെ ആകുമ്പോഴേക്കും ബൗൾ മൂവ്മെന്റ്സ് ഒക്കെ കൺട്രോൾ ആവുമല്ലോ, യൂറിൻ മോഷൻ പോകുന്നതൊക്കെ. അപ്പൊ ത്രൂ ആ ഒരു ഇതാണ് കുട്ടിയുടെ സെക്ഷൽ പ്ലഷർ എന്ന് ആണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. അപ്പൊ ഫ്രോയിഡിനെ കുറെ പേരൊക്കെ ഇങ്ങനെ കോൺട്രഡിക്ട് ചെയ്തു, മീൻസ് അത് ശരിയല്ല, ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത് ശരിയൊന്നുമല്ല, അതൊന്നും നടക്കില്ല. ഫ്രോയിഡ് ആകെ 2 കാറ്റഗറി മനുഷ്യരെ വെച്ചിട്ടാണ് ജനറലി വെച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആൺ പെൺ എന്നുള്ളത് വെച്ചിട്ടാണ് ഫ്രോയിഡ് പറയുന്നത്. ശരിക്കും നമ്മളുടെ കാറ്റഗറിയിൽ ആൺ പെൺ മാത്രമല്ല അതർ ജെൻഡേഴ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും പല പല ഇത് ഡിബേറ്റ് പോലെയും പല രീതിയിലും ആളുകളൊക്കെ ഇതിനെ പറയുന്നുണ്ട്. ബട്ട് നമ്മളുടെ ഉദ്ദേശം നമുക്ക് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ പല സ്റ്റേജസ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. വായിക്കുമ്പോ ഒക്കെ രസമാണ്, കാരണം വെച്ചാൽ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, സിഗ്മണ്ട് നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടല്ലോ, ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ സൈക്കോളജിയുടെയും ഉണ്ട് അല്ലേ? ഞാനത് കേട്ടിട്ടുണ്ട്. ഭയങ്കര ചർച്ചയായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ആരും എങ്ങനെ പഠിപ്പിച്ചു തന്നപ്പോ ടീച്ചർ പറഞ്ഞപ്പോ എനിക്ക് ഒരു ഓർമ്മ. എന്തുതന്നെയാലും സൈക്കോളജി പഠിക്കാൻ പോകുന്നവരും അതിൽ റിസർച്ച് ചെയ്യുന്നവരും എല്ലാവരും റെഫർ ചെയ്യുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വർക്കുകൾ തന്നെയാണ്. ഡിഫൻസ് മെക്കാനിസത്തിലും അദ്ദേഹത്തിന്റെ മോളുണ്ട് അന്ന ഫ്രോയിഡ്, ഇവർ രണ്ടുപേരും കൂടിയാണ് ഡിഫൻസ് മെക്കാനിസം. നിങ്ങൾക്ക് എടുത്തോന്ന് എനിക്കറിയില്ല, ഇനി വരണേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതിലും ഇതുപോലെ തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസ് നല്ല രീതിയിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്.
അത് നന്നായിട്ടുണ്ട്. ഇതും നല്ലതാണ്. നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് ചിന്തിച്ച് നമ്മള് കുട്ടിയുടെ ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. എനിത്തിങ് എൽസ്? സൈൻ ഔട്ട് ഉണ്ടോ? മിസ് സൈൻ ഔട്ട് ഞാനാണ്. ഒരു പാട്ടാണ് മിസ്സേ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, അന്നു ദേവതമാർ ചൂടിത്തന്ന പൂ മറന്നുവോ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, അന്നു ദേവതമാർ ചൂടിത്തന്ന പൂ മറന്നുവോ. ദേവദൂതുമായി വന്നൊരെന്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്കു നഷ്ടസ്വർഗമോ. ദേവദൂതുമായി വന്നൊരെന്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്കു നഷ്ടസ്വർഗമോ. മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ, അന്നു തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ. കരളിനുള്ളിലൂറി നിന്നൊരെന്റെ രാഗമേ, കരയരുതേ എന്നെയോർത്തു തേങ്ങരുതേ നീ. കരളിനുള്ളിലൂറി നിന്നൊരെന്റെ രാഗമേ, കരയരുതേ എന്നെയോർത്തു തേങ്ങരുതേ നീ. ഇന്ന് ക്ലാസ് എടുത്തു തന്ന ജിഷ മിസ്സിന് ഒരുപാട് നന്ദി. ക്ലാസ് കേട്ടിരുന്ന എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. കണ്ണടിച്ച് കേൾക്കുമ്പോ ഭയങ്കര ഫീലാ. ഞാനതങ്ങനെ പരീക്ഷിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ടീച്ചർ ഉറങ്ങിയോ വിചാരിച്ചു. ഞാനത് നോക്കുമായിരുന്നു. കാരണം ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എന്തോ ഒന്ന് വായിച്ചപ്പോ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മളൊന്ന് കണ്ണടയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫീൽ കിട്ടുന്ന ഇങ്ങനെ വായിച്ചു. ഞാനന്ന് പരീക്ഷ വെക്കായിരുന്നു. നല്ല ഫീലാണോ ടീച്ചറെ? പിന്നെ നമ്മൾ വേറെ ഒന്നും കേൾക്കില്ലല്ലോ, ഇത് മാത്രം കേൾക്കും. അപ്പൊ അവിടെ അഞ്ചും ഞാനും മാത്രമാണുള്ളതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ടീച്ചർ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു ടീച്ചർ. മിസ്സേ, പിന്നൊരു കാര്യമുണ്ട്. നമ്മളെ ക്ലാസ്സിൽ ഇപ്പൊ എല്ലാവർക്കും സൈൻ ഇന്നും സൈൻ ഓഫ് ഒക്കെ ചെയ്യാൻ ഭയങ്കര മടി. ആരും മുന്നോട്ട് വരുന്നില്ല. എന്താ ചെയ്യാൻ പറ്റിയ ദിവ്യ? ടീച്ചറുടെ അഭിപ്രായം എന്താ? നമ്മളെ കൊണ്ട് പറ്റാവുന്ന വിധം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് വരാൻ പറയുന്നുണ്ട്, നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഹെൽപ്പ് ഒക്കെ പറയുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ അവരെ ഒന്ന് ബ്ലെസ് ചെയ്യട്ടെ. നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോ ഇതിലും വളരെയധികം നിങ്ങൾക്ക് എന്താ ഡെമോ ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരട്ടെ എന്ന് ഞാൻ അങ്ങ് ബ്ലെസ് ചെയ്യട്ടെ. അപ്പൊ അവരാലോചിക്കും, ഓ ഞാൻ ക്ലാസ്സിൽ ഒന്ന് സൈൻ ഇൻ സൈൻ ഔട്ട് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ അങ്ങ് ബ്ലെസ് ചെയ്താൽ മതിയോ? അങ്ങനെയായാലും മതി മിസ്. അത് കേൾക്കുന്നവരൊക്കെ എന്നാ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഇന്റർവ്യൂവിന് പോകുമ്പോഴേക്കും ആലോചിക്കുന്ന, അയ്യോ ഞാൻ ക്ലാസ്സിൽ സൈൻ ഇന്നും സൈൻ ഔട്ടും ചെയ്താൽ മതിയായിരുന്നു അല്ലേ? സാരല്ല, അവരെ ഞാൻ ചെയ്യുന്നവരെന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട്. ചെയ്തവർക്കൊക്കെ നല്ല കോൺഫിഡന്റ് കൂടി വന്നതായിട്ടാണ് എനിക്ക് എന്റെ അറിവ്. പിന്നെ ചെയ്യാത്തവർക്ക് ആ കോൺഫിഡന്റ് ആദ്യമൊക്കെ പറയലുള്ളവരും പേടിയുള്ളവരൊക്കെ വീഡിയോ ഓണാക്കി പറയാൻ പോലും പേടിയില്ലാതെ പറയാൻ തുടങ്ങി. പക്ഷെ ചെയ്യാത്തവരും വീണ്ടും ചെയ്യാതെ തന്നെ ഇരിക്കുന്നുണ്ട്. നോക്കൂ, കാരണം ഇതൊരു ചാൻസ് ആണ്. ഈ പറയുന്ന ഒരിക്കലും ഇന്റർവ്യൂവിന് പോകുമ്പോ നമ്മളുടെ സർട്ടിഫിക്കറ്റിന്റെ കനോ അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഡിഗ്രി ഉണ്ട്, PhD ഉണ്ടെന്നോ എന്തൊക്കെ പറഞ്ഞാലും ശരി, മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിട്ട് കുഞ്ഞു കുട്ടികളെയാണോ നിങ്ങൾ അതിനുള്ള ജോബിനാണോ പോകുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവര് നിങ്ങളെ കൊണ്ട് ഡെമോ ക്ലാസ് എടുപ്പിച്ചിരിക്കും. അത് ചിലപ്പോ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഡിപ്പെൻസ്, അത് നമ്മളുടെ ഭാഗ്യം. അതേസമയം അവര് പറയുവാണ്, ഒരു ആക്ഷൻ സോങ് ത്രൂ ആക്ഷൻസ് കുട്ടികളെ ഈ ഒരു കാര്യം കൺവേ ചെയ്യിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തേ പറ്റൂ. ചെയ്യാത്തവർക്ക് അവിടെ സ്ഥാനമില്ല സത്യം പറഞ്ഞു.
കുഞ്ഞുങ്ങൾക്ക് ലെക്ചർ ക്ലാസ് അല്ലല്ലോ കൊടുക്കേണ്ടത്, അവർക്ക് ത്രൂ ആക്ഷൻസിലൂടെ അവരെ കാര്യങ്ങൾ കൺവേ ചെയ്യിക്കുക ഏറ്റവും ഇതായിട്ട്. അത് നമ്മൾ അത്രയും അവരെ അട്രാക്റ്റീവ് വേയിലായിരിക്കണം, അവരെ പിടിച്ചിരുത്താനായിട്ട് പറ്റും. വൈവയ്ക്ക് വരുമ്പോൾ സൈൻ ഇൻ ചെയ്യാത്തവരോട്, സൈൻ ഇൻ ചെയ്യാത്തവരെന്നല്ല, വൈവയുടെ ഒരു ഭാഗം തന്നെ അതാണ്. ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടെങ്കിൽ അത് കാര്യമായിട്ട് വരില്ല. പക്ഷെ ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവരെ കൊണ്ട് ഞാൻ അവിടെ ആക്ഷൻ സോങ് ചെയ്യിക്കും, സ്റ്റോറി നറേഷൻ. അയ്യോ ഞാൻ എങ്ങനെയാ, അയ്യോ എനിക്ക് പറ്റില്ല, അങ്ങനെ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ മാർക്ക് അവിടെ അങ്ങനെ കുറയും. മാർക്കൊരു ക്രൈറ്റീരിയ തന്നെയാണല്ലോ. മാർക്കിന് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ തന്നെ ഇപ്പൊ സൈൻ ഇൻ ചെയ്തിരുന്നേ. ഇപ്പൊ 2 weeks ആയിട്ട് നിഷ തന്നെയാ ലീഡർ ആവാനും ആരും വരുന്നില്ല മുന്നോട്ട്. നമ്മളിപ്പോ സഫിയ ആയാലും ഫർസാന, ഇപ്പൊ ഞാൻ, നിഷ, പിന്നെ കുറച്ച് പേരുണ്ട് കേട്ടോ, കുറച്ച് പേരുണ്ട്. ഇപ്പൊ അവര് എല്ലാവരും ഇതിലില്ല. കുറച്ച് പേരൊക്കെ വീണ്ടും വീണ്ടും ആവുന്നവരും ഉണ്ട്, കുറച്ച് പേര് സഹകരിക്കുന്നവരും ഉണ്ട്. പക്ഷെ എല്ലാവർക്കും എക്സ്ക്യൂസസാ. കുറെയൊക്കെ ശരിയായിരിക്കാം, എന്നാലും ഒരു 2 മിനിറ്റത്തെ കാര്യമില്ല. ഇനിയിപ്പോ ക്ലാസ്സിൽ കയറാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പറയും ഒരു 2 മിനിറ്റാണ് സൈൻ ഇൻ പ്രസന്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പ്രെയർ ആയിക്കോട്ടെ, സൈൻ ഓഫ് ആയിക്കോട്ടെ, ആ ടൈമിലെങ്കിലും വന്നൊന്ന് പ്രസന്റ് ചെയ്യുക. ചിലരിപ്പോ റെക്കോർഡഡ് ക്ലാസ് കേൾക്കുന്നവരായിരിക്കും, അല്ല ആ 2 minutes അതിന് വേണ്ടി മാറ്റി വെച്ചാൽ അത് നമുക്ക് തന്നെയാണ് ബെനിഫിറ്റ് എന്ന് ഞങ്ങൾ എത്ര പ്രാവശ്യമായി ഗ്രൂപ്പിൽ പറയുന്നേ. ശരിയാവുമായിരിക്കും, ശരിയാവട്ടെ. നിങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ശരിയാവും. നമ്മുടെ ഈ ക്ലാസ്, ഈ മോണ്ടിസോറി മെത്തേഡ് ടീച്ചിങ് PG ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ജോലിക്ക് കയറാൻ പറ്റുള്ളൂ? ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും വേക്കൻസി കിട്ടുകയാണെങ്കിൽ കയറാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് ചെല്ലാം. കാരണം ഡിപ്പെൻഡ്സ് ഓൺ ആ സ്കൂളിൽ അവരുടെ ഒരു ഇത്, നമ്മളുടെ പ്രസന്റേഷൻ, നമ്മളുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ അവര് ജോയിൻ ചെയ്യാൻ പറയും. ഇതുവരെയും പലർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അവര് റിസൾട്ടിനെ കുറിച്ചോ സർട്ടിഫിക്കറ്റിനെ കുറിച്ചോ മാർക്ക് ലിസ്റ്റിനെ കുറിച്ചോ മിക്കവരും ബോധർ ചെയ്യാറില്ല. ചോദിക്കും എപ്പോഴാണ്. അപ്പൊ നമുക്ക് പറയാം കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് അറിയാലോ കോഴ്സിന്റെ ഡ്യൂറേഷൻ, ഇത്ര തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് തന്നെയാണ് കോഴ്സ്. നമ്മളുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന എത്ര പേര് അബ്സോർബ് ചെയ്തു, എത്ര പേർക്ക് അവിടെ പ്ലേസ്ഡ് ആയി, അവർക്ക് പിന്നെന്താ വെച്ചാൽ ഞങ്ങള് ഓഗസ്റ്റ് 29th ബാച്ചാണ്. അപ്പൊ ഞങ്ങൾക്ക് മെയിൻ എക്സാം എപ്പോഴാണ് വരിക? ഓഗസ്റ്റിലായിരിക്കും അത് സെപ്റ്റംബറിലായിരിക്കും? ജൂലൈയിൽ നിങ്ങളുടെ എക്സാം കഴിയുമല്ലോ. എക്സാം ഇതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മെയില് തന്നെ കോഴ്സ് മോഡ്യൂൾ 1 തീരുമായിരിക്കും. പിന്നെ പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടാവും. അത് ഓൺലൈനായിട്ട് പ്രാക്ടിക്കൽ സെഷൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുള്ള ഓൺലൈൻ സെഷൻ നടത്തും. അതിന്റെ ഒപ്പം തന്നെ മോഡൽ എക്സാം, പിന്നെ അങ്ങനെ മെയിൻ എക്സാം, അങ്ങനെ ആകുമ്പോഴേക്കും കോഴ്സ് തീരാൻ പിന്നെയും അധികം ബുദ്ധിമുട്ടില്ല. പിന്നെ ജൂണിലാകുമ്പോഴത്തേനാകും. ലാസ്റ്റ് ആണ് അപ്പൊ PG തുടങ്ങാന്ന് പറഞ്ഞേ. മെയ് ലാസ്റ്റ് ആണ് PG സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. PG സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് PG അപ്പൊ കുറച്ച് മാസം ഉണ്ടാവുള്ളൂ. എത്ര മാസം ഉണ്ടാവും PG? PGയുടെ ഒരു പാറ്റേൺ തന്നെ വേറെയാണ് സഫിയ. കാരണം PGയിൽ നമുക്ക് സെമിനാർസ് ആണ് കൂടുതൽ ടോപ്പിക്സും. അപ്പൊ എല്ലാവർക്കും സെമിനാർ, ഇപ്പൊ കഴിഞ്ഞ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് ഇതാക്കേണ്ടത് കൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ ഷെഡ്യൂളിലായിരുന്നു ക്ലാസ് പോയത്. അപ്പോൾ നിങ്ങളുടെ ബാച്ച് ആകുമ്പോഴേക്കും ഡിവൈഡ് ചെയ്യും, ടോപ്പിക് ഡിവൈഡ് ചെയ്ത് നിങ്ങളെ കൊണ്ട് സെമിനാർ എടുപ്പിക്കും ക്ലാസ്സിൽ തന്നെ. നമുക്ക് അതിനുള്ള ടൈം ചിലപ്പോൾ കിട്ടുമായിരിക്കും. അവരെ സംബന്ധിച്ച് കുറച്ചു പേർക്ക് സെമിനാർ എടുക്കാനുള്ള സമയം കിട്ടിയുള്ളൂ, ബാക്കിയുള്ളവർ അത് റിപ്പോർട്ടാക്കി വെക്കുകയാണ് ചെയ്തത്. കാരണം നമുക്ക് പ്രാക്ടിക്കൽ സെഷനിൽ ഒരെണ്ണമാണ് സെമിനാർ അല്ലെങ്കിൽ അസൈൻമെന്റ് എന്നുള്ളത് 100 മാർക്സിന്റെ. അപ്പൊ അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നവർ ക്ലാസ്സിൽ തന്നെ പ്രസന്റ് ചെയ്ത് എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് വേണം. പിന്നെ ഇനി ഏതൊക്കെ ബാച്ചിനെയാണ് ഒരുമിച്ച് ആക്കുക എന്നുള്ളതും കൂടെ നോക്കണം. 6, 7, 8 ആയിരിക്കും മിക്കവാറും. ഈ സെമിനാർ ചെയ്യുന്നതിന് മാർക്കുണ്ടോ? അപ്പോ മാർക്കുണ്ട്. ഒരു പ്രാക്ടിക്കൽ ഒരെണ്ണം അതാണ് 100 മാർക്സ് ആണ്. ആ രീതിയിൽ അത് ഇനിയിപ്പോ ഓൾമോസ്റ്റ് ഒരു ബാച്ചിന്റെ PG കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ പിന്നെ നിങ്ങളുടെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെന്ന് വെച്ചാൽ PGയുടെ ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ ഉണ്ടെങ്കിലും ഭയങ്കര സിമ്പിളാ. നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന, വെറുതെ വായിച്ചു പോയാൽ മനസ്സിലാകുന്ന കുറെ കാര്യങ്ങളാണ്. അത് നമുക്ക് ത്രൂ ഡിസ്കഷൻ, ത്രൂ സെമിനാർ ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അതിന് PGയെ കുറിച്ച് ഓർത്ത് യാതൊരു പറയും വേണ്ട. നമുക്കത് നമ്മൾ ഓൾറെഡി അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് വൈഡായിട്ട് ഡിസ്കസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ PG മെയ് ലാസ്റ്റ് തുടങ്ങുവാണെങ്കിൽ മിക്കവാറും ജൂൺ ലാസ്റ്റ്, ജൂലൈ ഫസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ എക്സാം എല്ലാം കഴിയുമായിരിക്കും. ജൂലൈ പകുതിക്കുള്ളിൽ എന്തായാലും തീരും.
ചില കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യേണ്ടതിന്റെ ഒരു ബുദ്ധിമുട്ടുകളെ ഡിപ്ലോമ നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെയാണോ മറ്റേ അല്ല സോറി PG നടന്നുകൊണ്ടിരിക്കുമ്പോഴാണോ ഡിപ്ലോമന്റെ എക്സാം ഉണ്ടാകുക? ഡിപ്ലോമയ്ക്ക് മാത്രമുള്ള കുട്ടികളും ഉണ്ടാവില്ലേ? ആ, അതുകൊണ്ട് ആ എക്സാം കണ്ടക്ട് ചെയ്യും ആ പോർഷൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ? മനസ്സിലായില്ലേ? അതങ്ങനെ പാരലലി നടക്കും. ക്ലാസ്സും ഡിപ്ലോമയുടെ എക്സാമും പാരലായിട്ട് തന്നെ നടക്കും. എക്സാം ഉണ്ടാവും. എല്ലാ റെക്കോർഡ് ബുക്കൊക്കെ റെഡിയാക്കി വെക്കണമല്ലോ ഇപ്പൊ തന്നെ. അതിന് സമയം ഒരുപാടൊന്നും ഇല്ലല്ലോ അല്ലെ? വൈവ കോൾ ഫോർ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും എല്ലാം റെഡി ആയിരിക്കണം. അത് വൈവയ്ക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചപ്പോ, വൈവയ്ക്ക് നിങ്ങളെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ റെഗുലറായി പഠിക്കുന്നു, വൈവയ്ക്ക് വിളിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എല്ലാ കാര്യങ്ങളുമായിട്ട് അവര് പറഞ്ഞ ഡേറ്റിൽ ആ പറഞ്ഞ ടൈമിൽ നമ്മൾ വൈവ അറ്റൻഡ് ചെയ്യൂലേ. പക്ഷെ ഇവിടെ നമ്മൾ പ്ലാറ്റ്ഫോം കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾക്ക് ടൈം ഒന്ന് മീൻസ് ഇപ്പം ഒട്ടും പറ്റാത്തൊരു ടൈം ആണെങ്കിൽ നമുക്ക് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കാം. പക്ഷെ ആ ടൈമിൽ നമ്മൾ ക്യാരി ചെയ്യേണ്ട സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, റിപ്പോർട്ട്സ് അസൈൻമെന്റ്സ്, നമ്മള് ടീച്ചിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയത്, അങ്ങനെ എന്തൊക്കെയുണ്ടോ നമ്മുടെ രണ്ട് സൈഡിൽ അത് ഇരിക്കുന്നുണ്ടാവും. ചിലരൊരു റൂം തന്നെ അത് ഫുൾ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ കാണിച്ചു തന്നത്. അപ്പൊ റിലേറ്റഡ് വിത്ത് ആ പ്രാക്ടിക്കൽ സെഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും വൈവ 10 മിനിറ്റ്സേ ഉള്ളൂ. പക്ഷെ ആ ഒരു 10 മിനിറ്റ്സ് മതി. ആരുടെ ഉള്ളിൽ മോണ്ടിസോറി മെത്തേഡ് ഉണ്ട്, ആരൊക്കെ എഴുതി, ആരൊക്കെ എല്ലാം തന്നെത്താനെ ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കാൻ 10 മിനിറ്റ്സ് ഇസ് മോർ ദാൻ ഇനഫ്. അതിലെ മാർക്ക്, പിന്നെ ആ പ്രാക്ടിക്കൽ സെഷന്റെ മാർക്ക് മുഴുവനും വൈവ കഴിയുമ്പോൾ വരും. ഇതെല്ലാം നടക്കും. മോഡൽ എക്സാം കഴിയുമ്പോഴേ, അതായത് പ്രാക്ടിക്കൽ സെഷൻ ഇല്ലേ, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുള്ള പ്രാക്ടിക്കൽ സെഷൻ, അത് കഴിയുമ്പോഴേ വൈവ തുടങ്ങാം. അപ്പം പ്രാക്ടിക്കൽ സെഷന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോഴേ പലരും റെക്കോർഡ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് സൈനും സീലും വാങ്ങിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അങ്ങനെ വരുന്നുണ്ട്. ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ഒരു ബാച്ച്, നിങ്ങളുടെ ബാച്ചിന്റെ ഒപ്പം പ്രാക്ടിക്കൽ സെഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അടുത്ത ബാച്ചിന്റെ കൂടെ വേണമെങ്കിൽ വരാം. മാം ഒരാൾക്കായിട്ട് വരാൻ പറ്റില്ല അല്ലെ? എന്ന് വെച്ചാൽ ഞാൻ ജൂൺ ജൂലൈയിലാണ് നാട്ടിലുണ്ടാവുക. ആ സമയത്ത് T5 നടക്കുവാണെങ്കിൽ അവരുടെ കൂടെ ജോയിൻ ആവും. ഓക്കെ മിസ്. ഇല്ല, അത് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ആരെങ്കിലും അല്ല, നമ്മളുടെ ഫീസ് അടയ്ക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന അവിടുത്തെ ടീം ഉണ്ടല്ലോ, അവരെയായിട്ട് കോണ്ടാക്ട് ചെയ്യണം. ഓക്കെ മാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? എനി കൺസേൺസ്? ഓക്കെ, ഒന്നുമില്ല ടീച്ചർ, ഇത്രയും നേരം നിന്നാലും വലിയ കാര്യം. 3:30 തുടങ്ങി വൈവേണ്ട, 3:30 തുടങ്ങി 5 മണി വരെ. കാര്യം പറയുമ്പോ ഓരോരുത്തർ കയറുന്നത് 10 മിനിറ്റ്, പക്ഷെ ഞാനിങ്ങനെ ഇരിക്കണമല്ലോ. പിന്നെ അതുമല്ല മോളെ വിളിക്കാൻ പോണം റെയിൽവേ സ്റ്റേഷനിൽ. അവളെ ചേച്ചിയുടെ അടുത്ത് വരിക പാലക്കാട്, അവിടെ നിന്ന് പാലരുവിക്ക് വരും. അവളെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ 5:30 6 മണിയാകുമ്പോഴേക്കും ട്രെയിൻ വരും. അപ്പൊ വൈവ കഴിയണത് ഇറങ്ങി ഓടണം. ഫുഡ് കഴിച്ചല്ലോ അല്ലെ? കഴിച്ചില്ല. കഴിച്ചിട്ടില്ലേ? അയ്യോ. ക്ലാസ് ഉണ്ടായിരുന്നു. ശരി ടീച്ചർ, വേഗം പോയി ഫുഡ് കഴിച്ചു. ഇനി അടുത്ത ക്ലാസ് ആവുമ്പോഴേക്കും. ശരി, ബൈ.